പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി നമ്മുടെ മധ്യത്തിൽ മഹത്വം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലും രാത്രിയിലും ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച ദൈവദാസൻ, സഭ, എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. പകല് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത കൊലോസ്യ ലേഖനം ആസ്പദമാക്കി ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിച്ചു. ഇന്ന് രാത്രി വ്യത്യസ്തമായ മറ്റൊരു ചിന്തയിലേക്ക് നമുക്ക് സമയത്തെ വേർതിരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ അഭിഷക്ത ശ്രേഷ്ഠന്മാർ, എബി പാസ്റ്ററോടുള്ള നന്ദി, ഷാജി പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ, സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി വന്ദനം ചൊല്ലി യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം, അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒരു കുറിവാക്യമായി നമുക്ക് വായിച്ച് തുടങ്ങാം. ആ ആ ആ മതി. പരിശുദ്ധ പിതാവേ, നല്ല തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ദൈവവചനം വേണ്ടതുപോലെ പരിശുദ്ധാത്മാവ് തന്നെ വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അന്തരീക്ഷത്തെ ദൈവാത്മാവ് ശുദ്ധീകരിക്കണമേ. അടിയനെ ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കുകയാണ്, സാന്നിധ്യത്തിൻ്റെ കീഴിൽ ഇരുത്തണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മക്കൾ രണ്ടുപേരും ഇച്ചിരി പുറകോട്ട് ഇറങ്ങിയിരുന്നോ? നിങ്ങളുടെ തലവേദന എടുക്കും, ഇങ്ങനെ മേളോട്ട് നോക്കും. പുറകെ ഇരിക്കുന്നവർ വേണമെങ്കിൽ കയറി ഇരുന്നാലും നല്ലതാട്ടോ. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് അതൊരു ഭംഗിയായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ക്യാമറ ഇച്ചിരി വേണേൽ പുറകോട്ട് വെച്ചോ. എനിക്ക് ഇങ്ങനെ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ് ശുശ്രൂഷയ്ക്ക് ഒരനുഗ്രഹം. ഇങ്ങോട്ട് ഇരുന്നോടാ. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ ലേഖനങ്ങൾക്ക് ഒത്തിരി സവിശേഷതകളുണ്ട്. വളരെ അനുഗ്രഹമേറിയ ലേഖനങ്ങൾ 3 യോഹന്നാൻ എഴുതിയത്. പുതിയ നിയമത്തെ ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞു, 3 ഭാഗമായിട്ടാണ് തിരിച്ച് പഠിക്കുന്നത്. ചരിത്ര പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രവചന പുസ്തകം, അങ്ങനെ 3ആയിട്ടാണ് തിരിച്ചു പഠിക്കുന്നത്. പക്ഷേ യോഹന്നാൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ചരിത്ര പുസ്തകത്തിൽ യോഹന്നാനുണ്ട്, ലേഖനങ്ങളിൽ യോഹന്നാനുണ്ട്, ഏക പ്രവചന പുസ്തകമായ വെളിപ്പാടും യോഹന്നാൻ്റെ കരുത്തുറ്റ കരാങ്കുലിയിൽ ഉയർന്നു വന്നതാണ്. സ്തോത്രം, സ്തോത്രം. ഇപ്പം അത് മറ്റ് അപ്പസ്തോലന്മാരിൽ നിന്നും യോഹന്നാനെ വ്യത്യസ്തമാക്കുന്ന അതുകൊണ്ടാണ്. ചരിത്രത്തിലും ലേഖനത്തിലും പ്രവചനത്തിലും ഒരുപോലെ തിളങ്ങാൻ അദ്ദേഹത്തിൻ്റെ ആയുഷ്കാലം ദൈവം കൃപ കൊടുത്തു. ഇനി യോഹന്നാൻ പ്രധാനമായിട്ട് എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നറിയാമോ? തെറ്റിയാൽ എംബോസിഷൻ ഇല്ല, അടിയില്ല. നമ്മൾ ഒരുമിച്ച എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്? 3 5 പുസ്തകങ്ങൾ. 5 പുസ്തകങ്ങൾ അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം, 3 ലേഖനങ്ങൾ, വെളിപ്പാട് പുസ്തകം, അങ്ങനെ 5 പുസ്തകം യോഹന്നാൻ എഴുതിയതാണ്. ഈ 3 ലേഖനം യോഹന്നാൻ എഴുതാൻ മെയിൻ കാരണം, 1-ാമത്തെ ലേഖനം ദൈവമക്കൾക്ക് തമ്മിൽ ഒരു കൂട്ടായ്മ ബന്ധം വേണം എന്നതിനാണ് 1-ാമത്തെ ലേഖനം എഴുതുന്നത്. ദൈവമക്കൾ തമ്മിൽ എന്തു വേണം? ആർക്കെങ്കിലും ഒരു വയ്യായികയോ പ്രയാസമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കരുത്, വിളിച്ചു ചോദിക്കണം. നിങ്ങൾ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം, തമ്മിൽ കൂട്ടായ്മ ബന്ധം ഉണ്ടായിരിക്കണം. അതിന് ഊന്നൽ നൽകുന്നതാണ് 1-ാമത്തെ ലേഖനം മൊത്തം. 2-ാമത്തെ ലേഖനം ഇച്ചിരി കൂടെ വ്യത്യസ്തമാണ്. ദൈവമക്കൾക്ക് ദുരുപദേശകന്മാരോട് കൂട്ടായ്മ ബന്ധം പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് 2-ാമത്തെ ലേഖനം. പക്ഷെ ദുരുപദേശകന്മാരോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം? ബൈബിൾ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുത്തിനും ദൈവമില്ല. അത് പഠിപ്പിക്കുന്ന യോഹന്നാൻ്റെ ലേഖനമായി 2-ാമത്തെ ലേഖനം. ദൈവഹിതമില്ലാതെ ദുരുപദേശമായി വരുന്നവനെ വീട്ടിൽ പോലും കയറ്റരുതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവനോട് കൂടെ ഭക്ഷണം പോലും കഴിക്കരുത്. ദുരുപദേശം ശരിക്കും ദൈവമക്കൾ ജാഗ്രതയുള്ളതായിരിക്കണം. 2-ാമത്തെ ലേഖനം അതിനാണ് ഊന്നൽ നൽകുന്നത്. 3-ാമത്തെ ലേഖനം ദൈവമക്കൾക്ക് ദൈവദാസന്മാരുമായി നല്ലൊരു ബന്ധം വേണം, കൂട്ടായ്മ ബന്ധം. നമുക്ക് വേണ്ടി ജാഗരിക്കുകയും നമുക്ക് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവദാസന്മാരാണ്. അപ്പം ദൈവദാസന്മാരുമായി നല്ലൊരു കൂട്ടായ്മ ബന്ധം എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് നിങ്ങളെ നടത്തിയവരെ നിങ്ങൾ ഓർക്കണം.
നടത്തുന്നവരെയും നിങ്ങൾ മറക്കരുത്. ഇപ്പം നടത്തുന്നവരെ, ഇന്നലകളിൽ നടത്തിയവരെയും മറക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ദൈവദാസന്മാരുമായി നല്ല കൂട്ടായ്മ ബന്ധം വേണം എന്ന് പഠിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ ലേഖനം. നമ്മൾ ആ ലേഖനമാണ് ഇന്ന് രാത്രി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ തൻ്റെ സഭയിലെ 3 വിശ്വാസികളെ പരാമർശിച്ചുകൊണ്ടാണ് മൂന്നാമത്തെ ലേഖനം പഠിപ്പിക്കുന്നത്. ഹലോ, 3 വിശ്വാസികൾ. അപ്പോൾ യോഹന്നാനും വിശ്വാസികളും, തൻ്റെ വിശ്വാസികൾ, തൻ്റെ സഭ, യേശുവിൻ്റെ മാർവോട് ചാരിയിരുന്ന അപ്പസ്തോലനായ, ശ്രേഷ്ഠ അപ്പസ്തോലനായ യോഹന്നാൻ്റെ സഭയിലെ 3 വിശ്വാസികൾ. അതിൽ ഒന്നാമത്തെ വിശ്വാസിയെ നമ്മൾ വായിച്ച കുറിവാക്യത്തിലുള്ള ആരാ? ഗായോസ്. രണ്ടാമത്തെ വിശ്വാസി, ബൈബിൾ തുറന്ന എല്ലാവരും, രണ്ടാമത്തെ വിശ്വാസി അതിൻ്റെ 9-ാം വാക്യം വായിച്ച്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. നാക്കൊന്ന് മേളി തട്ടി താഴ്ത്തു വരുമ്പോൾ റെഡിയാവും. ഒന്ന് പറഞ്ഞേ. അയ്യോ, ഒന്നും പറഞ്ഞില്ല, അച്ഛനൊന്നും പറഞ്ഞില്ല, ചുമ്മാ എന്നെ നോക്കി പേടിപ്പിച്ചോണ്ടിരിക്കും. ഒന്ന് പറഞ്ഞേ. ദിയോത്രേഫേസ് പറഞ്ഞേ. നമുക്ക് ദാവീദ്, ശൗലൊക്കെ എളുപ്പമായി. ഇപ്പം അതെല്ലാം എല്ലാ ആഴ്ചയിലും ഉള്ളതുകൊണ്ട് ആ പേരൊക്കെ എല്ലാവർക്കും അറിയാം. കുറച്ച് പേര് നമ്മൾ ഇന്ന് പഠിക്കും കേട്ടോ. ദിയോത്രേഫേസ്, അത് യോഹന്നാന്റെ വിശ്വാസിയാണ്, അദ്ദേഹത്തെ പഠിക്കണം. മൂന്നാമത്തെ വിശ്വാസി അതിന്റെ 12-ാം വാക്യം. ദെമേത്രിയോസിന്. അപ്പൊ മൂന്നാമത്തെ വിശ്വാസി ആരാ? ദെമേത്രിയോസ്. അപ്പൊ 3 വിശ്വാസികൾ യോഹന്നാന്റെ വിശ്വാസികളാണ്. അവര് 3 പേരെ പഠിക്കുമ്പം ഈ ലേഖനം നമ്മൾ പഠിക്കും. ഓക്കെ. ഒന്നാമത്തെ വിശ്വാസി ഗായോസ്, രണ്ടാമത്തെ വിശ്വാസി ദിയോത്രേഫേസ്, മൂന്നാമത്തെ വിശ്വാസി ദെമേത്രിയോസ്. മറക്കുവോ? മറക്കരുത്. അപ്പോൾ ഇനി ഒന്നാമത്തെ വിശ്വാസിയിലേക്ക് വരാം. ഒന്നാമത്തെ വിശ്വാസിയായ ഗായോസ്. ഗായോസിന് വേണ്ടി സഭയുടെ പാസ്റ്റർ പ്രാർത്ഥിക്കുകയാണ്. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഒരു വ്യക്തി, ഒരു വിശ്വാസിക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കുക. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ ആ വിശ്വാസി ആരാണെന്ന് നമ്മൾ അറിയണ്ടേ? ഗായോസ് ആരാണെന്ന് അറിയണ്ടേ? ഇപ്പൊ മത്തായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മത്തായി ആരാണെന്ന് അറിയണ്ടേ? അദ്ദേഹത്തിന്റെ വിഷയം എന്താണെന്ന് അറിയണ്ടേ? അറിഞ്ഞു പ്രാർത്ഥിക്കുന്നതല്ലേ ഒരു അനുഗ്രഹം. ഹലോ, ആണല്ലോ. അപ്പൊ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പറയുമ്പോൾ ഗായോസ് ആരാ? പറയുന്നവർക്ക് പാസ്റ്റർ ഒരു സമ്മാനം തരും. ഞാനല്ലോ കേട്ടോ. അപ്പൊ ഞാൻ 7 വിധത്തിൽ പഠിപ്പിക്കാം ഗായോസ് ആരാണെന്നുള്ളത്. ആരാണ് ശരിക്കും? 1, ഗായോസ് ആരാണ്? അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം വായിക്ക്. അപ്പസ്തോല പ്രവൃത്തി 20-ന്റെ 4. പ്രശ്നമാവോ? സ്തോത്രം. ബെരോവയിലെ പുറോസിന്റെ മകൻ സോപത്രോസും തെസ്സലോനിക്കക്കാരനായ അരിസ്തർഹോസും സെക്കുന്തോസും ദർബക്കാരനായ ഗായോസ്. അപ്പൊ ഗായോസ് ആരാ? ദർബ. അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഉറങ്ങുന്നത് എവിടെയാ? പറ. ദർബ അല്ലേ? ദർബ ഒരു ദേശമല്ലേ? ആ ദേശത്തിന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇങ്ങോട്ട് നോക്കിക്കേ ദൈവമക്കൾ. ഒരാൾ വരുമ്പോൾ നിങ്ങളുടെ കണ്ണ് അങ്ങോട്ട് പോകരുത് കേട്ടോ. ഇത്രയും സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുമ്പോൾ ദയവ് ചെയ്ത് വേറെ നോക്കി സമയം കളയാനില്ല നമുക്ക്. അപ്പം ദർബക്കാരനായ ഗായോസ്, ഒരു സ്ഥലത്തിന്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു സ്ഥലത്തിന്റെ പേര്. നിങ്ങൾക്ക് നമ്മുടെ ചിന്തയിലേക്കൊന്ന് വന്നേ. തിരുവഞ്ചൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരാ വരുന്നേ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറഞ്ഞില്ലേ? തിരുവഞ്ചൂർ അദ്ദേഹത്തിന്റെ വീട്ടുപേരാണോ? അല്ല, ആ സ്ഥലത്തിന്റെ പേരല്ലേ. പക്ഷെ അദ്ദേഹം അറിയപ്പെടുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നാ. പിണറായി എന്ന് വരുമ്പോഴോ? പിണറായി ഒരു സ്ഥലപ്പേരാ അല്ലേ? പക്ഷെ പിണറായി എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാ ശരിക്കും? വിജയൻ. പിണറായി വിജയൻ ആ സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടും. അപ്പൊ ഇന്ന് തൊട്ട് ദർബ എന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആര് വരണം? ഗായോസ് അല്ലേ? ദർബക്കാരനായ ഗായോസ്. അപ്പൊ ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടുന്നയാളാണ് ഗായോസ്. ഇനി ഗായോസ് ആരാണ്? 1 കൊരിന്ത്യർ 1-ന്റെ 14-ാം വാക്യം വായിച്ച്. 1 കൊരിന്ത്യർ 1-ന്റെ 14. ആരും പറയാതെ വണ്ണം ക്രിസ്പോസിനെയും നിങ്ങളിൽ ആരെയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ആരാ പറയുന്നേ? പൗലോസ്. പൗലോസ് പറയാ, ക്രിസ്പോസിനെയും ഗായോസിനെയും ഒഴികെ വേറെ ആരെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല.
അപ്പൊ പൗലോസ് ആ കാലഘട്ടത്തിൽ രണ്ടുപേരെ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ. ഒന്ന് ക്രിസ്പോസ്, മറ്റൊന്ന് ഗായോസ്. അപ്പൊ പൗലോസിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവഭാഗത്ത് വന്ന ആളാണ് ആര്? ഗായോസ്. മറക്കരുത്. പൗലോസ് അന്ന് രണ്ടുപേരെ സ്നാനപ്പെടുത്തിയിട്ടുള്ളൂ ആ കാലഘട്ടത്തിൽ. അതിൽ ഒരാളാണ് ഗായോസ്. പൗലോസിന്റെ ശുശ്രൂഷയിൽ സ്നാനപ്പെട്ട് വന്നവനാണ് ഗായോസ്. ഓക്കെ, ഇനി ഗായോസ് ആരാണ്? അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 19:29 വായിക്ക്. അപ്പസ്തോല പ്രവൃത്തി 19:29. പൗലോസിന്റെ കൂട്ടുയാത്രക്കാരനായ ഗായോസ്. ഗായോസ് ആരാ ഇപ്പം? പൗലോസിന്റെ കൂട്ടുയാത്ര, അസോസിയേറ്റ് പാസ്റ്റർ. ആരാ? തന്നെ ആര് രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നോ, തന്നെ ആര് സ്നാനപ്പെടുത്തിയോ ആ ദൈവദാസന്റെ ഒപ്പം ഒരു അസോസിയേറ്റ് ശുശ്രൂഷകൻ. അസിസ്റ്റന്റ് അല്ല കേട്ടോ. പെന്തക്കോസിൽ ആർക്കും അസിസ്റ്റന്റ് ഉണ്ടാകരുത്. അസിസ്റ്റന്റ് ഇല്ല പെന്തക്കോസിൽ. എന്തായിരിക്കണം? അസോസിയേറ്റ്, കൂട്ടു ശുശ്രൂഷകൻ എന്നേ പറയാവുള്ളൂ. കൂട്ടു ശുശ്രൂഷകൻ. അപ്പം തന്നെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന ആ ദൈവദാസന്റെ ഒപ്പം ഒരു കൂട്ടു ശുശ്രൂഷകൻ. പൗലോസിന്റെ ശുശ്രൂഷ എങ്ങനെയാ അറിയാവോ? പൗലോസിന്റെ ശുശ്രൂഷ വളരെ കണ്ണുനീരോടും താഴ്മയോടും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ ഉണ്ടാകുന്ന കഷ്ടങ്ങൾ സഹിച്ചും ഓരോ ഭവനങ്ങളും കയറി ഇറങ്ങിയാണ് പൗലോസ് സുവിശേഷ വേല ചെയ്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ സുവിശേഷ വേല ചെയ്ത പൗലോസിന്റെ ഒപ്പം ഓരോ ഭവനങ്ങളും കയറി ഇറങ്ങാൻ ഒരു കൂട്ടു ശുശ്രൂഷകനായി, സഹയാത്രകനായി ഗായോസ് മാറ്റപ്പെട്ടു. ആമേൻ. ഇനി ഗായോസ് ആരാണ്? റോമാലേഖനം 16:23 വായിച്ചേ. റോമർ 16:23. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ്. ഇപ്പൊ ഗായോസ് ആരാ? അതിഥി സൽക്കാര പ്രിയൻ അല്ലേ? അതിഥി സൽക്കാരം ചെയ്യുന്ന ആളാണ് ആര്? അതിഥി സൽക്കാരം ചെയ്യാറുണ്ടോ? ഹലോ സഹോദരിമാരെല്ലാം കൂടുതൽ ചെയ്യുന്ന അതിഥി സൽക്കാരം ചെയ്യാറുണ്ടോ? ഒരെണ്ണം ചെയ്യുന്നില്ലല്ലോ, കുലുങ്ങുന്നുണ്ട്. ചെയ്യുന്നുണ്ടോ? എല്ലാ ബുധനാഴ്ചയും ചെയ്യും. എന്നാൽ ഇനി അടുത്ത ബുധനാഴ്ച അങ്ങോട്ടാ വരുന്നത്. കാണണല്ലോ. എങ്ങനെയാ അതിഥി സൽക്കാരം ചെയ്യുന്നേ? പറ. ഞാനൊരു സ്ഥലത്ത് ഒരു ആൻറ്റിനോട് ചോദിച്ചപ്പോൾ ആൻറ്റി പറഞ്ഞു അതൊക്കെ സിമ്പിളാ ഭാഷ. കുറേ കടല മേടിക്കുക, മിച്ചർ മേടിക്കുക, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. അതെല്ലാം മേടിച്ച് ഓരോ ടിന്നിൻ്റെ ഉള്ളിൽ ഇട്ട് വെക്കുക. ആരെങ്കിലും വന്നാൽ നല്ല ഒരു ഗ്ലാസ് ചായ ഇടുക, ടിന്ന് തുറക്കുക, പാത്രത്തിൽ ഇട്ട് കൊടുക്കുക, മുമ്പിൽ കൊണ്ടുവയ്ക്കുക. അവർ പോയി കഴിയുമ്പോൾ തിരിച്ച് അതുപോലെ ആ ടിന്നിലിടുക. അടുത്തയാൾ വരുമ്പോൾ ടിന്ന് ഓപ്പണാക്കി കൊടുക്കുക, തീരുന്നേടം വരെ. സിമ്പിൾ. അങ്ങനെയാണോ അതിഥി സൽക്കാരം? അതിഥി സൽക്കാരം അങ്ങനെയാണോ? അല്ല. ഇപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമുക്കുള്ളതിൽ ശ്രേഷ്ഠമായത് കൊടുക്കാൻ പഠിക്കണം. മുഖം ചുളിക്കാതെ കൊടുക്കാൻ പഠിക്കണം. സ്തോത്രം. പുതിയ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയാണ് അതിഥി സൽക്കാരം. സഹോദര പ്രീതി നിലനിൽക്കണം. അതിഥി സൽക്കാരം മറക്കരുത്. അതിഥി സൽക്കാരം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് നിങ്ങൾ പഠിക്കണം. അബ്രഹാം തൊട്ട് ഇങ്ങനെ കിടക്കുക. 25 വർഷത്തെ കെട്ടുപൊട്ടിയത് ശ്രേഷ്ഠമായ അതിഥി സൽക്കാരം കൊടുത്തത് കൊണ്ടാ. ദൈവമക്കളെ, സന്തോഷത്തോടെ അതിഥി സൽക്കാരം ചെയ്യാൻ പഠിക്ക്. സ്തോത്രം. അത് നിങ്ങൾക്ക് തിരിച്ച് ചെയ്യാൻ അറിയാവുന്നതിനല്ല ചെയ്യണ്ടേ? ആണോ? അല്ല. പിന്നെ ആർക്ക് ചെയ്യണം? ഞാനിത് എവിടെ കൊണ്ട് എത്തിക്കുമോ ദൈവം? പിന്നെ ആർക്ക് അതിഥി സൽക്കാരം ചെയ്യണ്ടേ? നിങ്ങൾക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രയോജനം? ഈ ആഴ്ച കോട്ടേജ് മീറ്റിംഗ് വെച്ചു, ബുധനാഴ്ച. അപ്പൊ നിങ്ങൾ അപ്പവും ചിക്കനൊക്കെ കൊടുത്തു. അടുത്ത ആഴ്ച മറ്റേ ആളും കോട്ടേജ് മീറ്റിംഗ് വെക്കൂ. അപ്പൊ തീർന്നില്ലേ? ഈക്വലായില്ലേ? അവനും അപ്പവും ചിക്കനും, അവൻ പൊറോട്ടയും ചിക്കനും ആക്കും ഇച്ചിനോട്. തീർന്നില്ല അപ്പം? അതേസമയം നിങ്ങൾക്ക് തിരിച്ച് ചെയ്യാൻ കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും ഒന്നും ഇല്ലാത്ത എത്ര അനാഥർ ദേശത്തുണ്ടെന്നറിയാവോ? വിളിച്ചു കൊടുക്കാറുണ്ടോ? അപ്പം നിങ്ങൾ അതിഥി സൽക്കാരം ചെയ്യാറില്ല. തിരിച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയ്യുമ്പോഴാണ് അത് ശ്രേഷ്ഠമായ അതിഥി സൽക്കാരം. വഴിയിലൂടെ പോകുന്ന അനാഥരായിട്ടുള്ള വഴിപോക്കരായിട്ടുള്ള 3 പേർ അബ്രാഹാമിന്റെ അടുക്കൽ വന്നപ്പോൾ നിലംബര കുനിഞ്ഞ് വീട്ടിൽ കയറ്റി ഇരുത്തി
ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുത്ത ഒറ്റ രാത്രി കൊണ്ട് അബ്രാഹാമിന്റെ സ്ഥിതിയെ ദൈവം മാറ്റിയെങ്കിൽ, ദൈവമക്കളെ കൊടുക്കാൻ പഠിക്ക്, ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പഠിക്ക്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നീ അനുഗ്രഹിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഇനി അത് സൽക്കാരം എന്താണെന്ന് പഠിപ്പിക്കാം. ഗായോസിനെ പഠിച്ചാൽ മതി. ഗായോസ് എങ്ങനെ അത് സൽക്കാരം ചെയ്തേ? അതാ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാ ഞാൻ അതാ ചോദിച്ചത്. ശരിക്കും അതിഥി സൽക്കാരം ഗായോസ് എങ്ങനെ ചെയ്ത്? എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് അല്ലേ? എനിക്കെന്ന് പറഞ്ഞ ആർക്കാ? പൗലോസ്. അപ്പം പാസ്റ്റർക്ക്. അപ്പം ആദ്യം നിങ്ങൾ ആർക്ക് ചെയ്യണം? തന്നത്തെ ഞാൻ ചൂരിലെടുക്കും കേട്ടോ. എനിക്കും സർവ്വസഭയ്ക്കുന്നാണോ? അപ്പൊ എനിക്കെന്ന് പറഞ്ഞ ആരാ? അത് ഈ ലേഖനം എഴുതിയത് ആരാ? റോമാ ലേഖനം എഴുതിയത് ആരാ? പൗലോസ്. അപ്പൊ എനിക്കെന്ന് പറയുമ്പോ ആരാ? പൗലോസിന്. പൗലോസിനും സഭയ്ക്കും സർവ്വസഭയ്ക്കും. മനസ്സിലാകുന്നുണ്ടോ? സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്തു. പാസ്റ്റർമാർക്ക് അതിഥി സൽക്കാരം ചെയ്തു. ആര്? ഗായോസ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക, പാസ്റ്റർമാർക്ക് ചെയ്യണം അതിഥി സൽക്കാരം. അത് ചെയ്യാൻ പഠിക്കണം. സ്തോത്രം. സഭയ്ക്ക് ചെയ്യണം. സർവ്വസഭയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസയോഗത്തിന് നമുക്ക് സെന്ററിന് എത്ര ചർച്ചുണ്ട്? 31 മാസയോഗം നടത്തണേ എത്ര രൂപയാവും? ഒരു മാസയോഗം നടത്തണേ 1 രൂപ വേണ്ടേ? വേണ്ട അച്ഛാ, വേണം. വെജിറ്റബിൾ മാത്രം കൊടുത്താൽ കാര്യം നടക്കുമോ? ചിക്കൻ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ബീഫ് കൊടുക്കണ്ടേ? വേണ്ടേ? മീൻ വേണ്ടേ? അതോ മീൻ മാത്രം മതിയോ? രണ്ടും വേണ്ടേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഷുഗർ ഉള്ളതാ, അപ്പൊ ഐസ്ക്രീം വേണ്ടേ? വേണം. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ 1.25 ലക്ഷം രൂപ ആകത്തില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പ്രാവശ്യം നടത്തി. ഞങ്ങൾ നടത്തി ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്തായി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ചർച്ചില്ല കേട്ടോ. അപ്പോൾ ഒരു ഓഡിറ്റോറിയം എടുത്തിട്ടാണ് നടത്തേണ്ടി വന്നു. എല്ലാം കൂടെ എടുത്തപ്പോൾ 1.5 ലക്ഷം രൂപയായി. സ്തോത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാരണം, നന്നായി കൊടുത്താൽ നന്നായി പൈസ ചെലവാകും. ഇതിടെ സർവ്വസഭയ്ക്കും കൊടുക്കുന്നത്. നിങ്ങൾ ഒരു ചർച്ച ഇത്രയും പേര് ചേർന്നിട്ടാ, എന്നിട്ടാ വലിയ ഡിമാൻഡ് അടിക്കുന്നത്. ഇവിടെ ഗായോസിനെ നോക്കിക്കേ, സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്നവനാ ഗായോസ്. ഹല്ലേലൂയ. കൊടുത്തു നോക്ക് ദൈവമക്കളെ. അതിഥി സൽക്കാരം ചെയ്തിട്ടുള്ളവരുടെ അവർക്ക് ഒരു ദിവസം പോലും പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. കൊടുക്ക്, അനുഗ്രഹിക്കപ്പെടും. ഗായോസ് ആരാ? അതിഥി സൽക്കാര പ്രിയനാണ്. ആമേൻ. ഇനി ഗായോസ് ആരാണ്? വായിച്ച കുറിവാക്യത്തിന്റെ തൊട്ട് താഴെ 3-ാം വാക്യം വായിക്ക്. ഗായോസ് ആരാണ്? നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുക. അപ്പൊ ഗായോസ് ആരാ? സത്യമുള്ളവൻ അല്ലേ? ദൈവമക്കൾക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് ഏത്? സത്യം. കള്ളം പറയരുത്. നിസ്സാര കാര്യത്തിന് കള്ളം പറയുന്ന കാലഘട്ടമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ എവിടെ നിൽക്കുന്നേ? കീക്കുഴൂർ. പക്ഷെ നമ്മൾ അറിയാതെ പറയും, ഞാനിപ്പം മേക്കുഴൂരാ നിൽക്കുന്നത്. ചെറിയ വിഷയം മതി, കള്ളം പറയും. എന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ്. മനുഷ്യൻ പറയുന്ന നിസ്സാര വാക്കിന് വരെ എന്തുണ്ട്? ന്യായവിധിയുണ്ട് അല്ലേ? അപ്പൊ നമുക്കിപ്പോ അതിന് ചെറിയ കാര്യത്തിന് വരെയും മനഃപൂർവം നമ്മൾ അറിയാതെ ശീലിച്ച് പറഞ്ഞു പോയി കള്ളം. പക്ഷെ എഫെസ്യ ലേഖനത്തിൽ എന്താ പറയുന്നതെന്നറിയോ? ഹൃദയപൂർവ്വം സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം വളരാൻ പഠിക്കണം. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം, കള്ളം പറയരുത്. വായിൽ നിന്നും ഉവെന്ന് പറഞ്ഞാൽ ഉവ്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല. കറക്റ്റ് പറ. നമ്മുടെ ഗുരു കാണിച്ച മാതൃകയിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങണം. കള്ളം പറയരുത്. ഗായോസ് ആരാ? സത്യമുള്ളവൻ, അവന് വ്യാജമില്ല. സാക്ഷ്യം പറയും ആൾക്കാര്. ഇനി ഗായോസ് ആരാ? 5-ാം വാക്യം വായിക്ക്. വിശ്വസ്തത കാണിക്കുന്നു. അർത്ഥാൽ വിശ്വസ്തൻ. ഗായോസ് ആരാ? വിശ്വസ്തൻ. അടുത്ത വാക്യം കൂടെ ചേർത്ത് വായിച്ചേ. നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞു. അപ്പം ഗായോസ് ആരാ? സ്നേഹമുള്ള. 7 ഗുണം ഞാൻ പറഞ്ഞ മോളെ. നീ രാവിലെ കണ്ടുപിടിച്ചു പറഞ്ഞു. ആദ്യം തൊട്ട് പറ. ഗായോസ് ആരാ? 7 ഗുണം ഞാൻ പറഞ്ഞു. പറ. 1, അറിയോ?
ഇല്ല. നിങ്ങൾ തല കുനിച്ച് പിടിക്കാതെ നേരെ പിടി, എന്നാലല്ലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ. 1 ദർബേക്കാരൻ, 2 പൗലോസിന്റെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നവൻ, 3 തന്നെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്ന ദൈവദാസന്റെ ഒപ്പം ഒരു അസോസിയേറ്റ് പാസ്റ്റർ, 4 അദ്ദേഹം അതിഥി സൽക്കാര പ്രിയൻ, 5 സത്യമുള്ളവൻ, 6 വിശ്വസ്തൻ, 7 സ്നേഹമുള്ളവൻ. 7 ഗുണമുള്ളവനാണ് ഗായോസ്. മറക്കുവോ? ആ 7 ഗുണമുള്ള ആളാണ് ആരുടെ വിശ്വാസി? യോഹന്നാന്റെ വിശ്വാസി. മനസ്സിലാകുന്നുണ്ടോ? യോഹന്നാന്റെ ലേഖനമല്ലേ നമ്മൾ പഠിക്കുന്നേ. അപ്പം യോഹന്നാന്റെ വിശ്വാസിയായി പിൻകാലത്ത് മാറ്റപ്പെട്ടു. 7 ഗുണമുള്ളയാള്. അപ്പൊ ആ തൻ്റെ വിശ്വാസി 7 ഗുണമുള്ള ഈ ഗായോസിന് വേണ്ടി യോഹന്നാൻ, യേശുവിൻ്റെ മാറോടി ചാരിയിരുന്ന യോഹന്നാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മുടെ പ്രമേയം. പ്രിയനേ, എല്ലാവരും പറഞ്ഞേ, പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ പ്രാർത്ഥന. 7 ഗുണമുള്ള ഗായോസിന് വേണ്ടി ശുഭമായും സുഖമായും. ശുഭമായും. ഇനി 2 ഗ്രീക്ക് പദമുണ്ട് കേട്ടോ. ശുഭം എന്നതിന് ഗ്രീക്കിൽ പറയുന്ന പദം ഹുഗിയാമീൻ എന്ന പദമാണ്. എന്താ? ഹുഗിയാമീൻ. അതിൻ്റെ അർത്ഥം നീ ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റ് പറയുന്നത് ഇംഗ്ലീഷിൽ നോക്കിയാലും അങ്ങനെ തന്നെയാ. നീ ശുഭമായി, ആത്മാവിൽ ശുഭമായിരിക്കാന്ന അതിൻ്റെ അർത്ഥം. ആത്മാവിൽ ആരോഗ്യപ്പെട്ടിരിക്കുക. ഒന്ന് പറഞ്ഞേ, ആത്മാവിൽ ആരോഗ്യപ്പെട്ടിരിക്കുക. ഗായോസിന് എന്ത് വേണം? ആത്മാവിൽ ആരോഗ്യം വേണം. എന്ത് വേണം? ആത്മാവിൽ ആരോഗ്യം. അതാ ശരിക്കും പ്രാർത്ഥനയുടെ ഒന്നാമത്തെ വിഷയം. 2 സബ്ജക്റ്റാ, അതിൽ ഒന്നാമത്തെ വിഷയം ആത്മാവിൽ ആരോഗ്യപ്പെടുക ഗായോസിന്. അപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് പഠിച്ചു നോക്കിക്കേ. 7 ഗുണമുള്ളവനാ, പക്ഷെ അവന്റെ ആത്മമനുഷ്യൻ എന്താ? അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ ഒത്തിരി ക്വാളിറ്റി ഉണ്ടായിരിക്കാം, പക്ഷെ അവൻ ആത്മമനുഷ്യൻ ക്ഷീണിച്ചായിരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ പ്രാർത്ഥിക്കുക, അവൻ ആത്മാവിൽ ആരോഗ്യപ്പെട്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ ഒത്തിരി നല്ല ഗുണങ്ങൾ കാണാം. അത് പാസ്റ്ററോട് ചോദിച്ചാൽ പാസ്റ്റർ കറക്റ്റ് പറയും. നിങ്ങൾക്കുള്ള ഗുണങ്ങൾ പായിടാനോ ചർച്ചിന് വേണ്ടി നിൽക്കാനോ ട്രാക്ട് കൊടുക്കാനോ പലവിധമായ ഗുണങ്ങൾ കാണാം. ഞാൻ നിങ്ങളുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചോദിക്കുക, നിങ്ങളുടെ ആത്മമനുഷ്യൻ ആരോഗ്യപ്പെട്ടിരിക്കുന്നോ? ഹലോ, ആത്മാവിൽ ആരോഗ്യമുണ്ടോ? സ്തോത്രം. ആരോഗ്യമുള്ളവനെ കണ്ടാൽ അറിയാം. ഉപവാസം ഇരിക്കുമ്പോൾ നമ്മുടെ പുറത്തെ മനുഷ്യൻ ക്ഷീണിക്കും, ഈ ജഡം ക്ഷീണിക്കും, പക്ഷെ ആത്മാവിൽ നമ്മൾ ബലപ്പെടും. അതാ ശരിക്കും ഫാസ്റ്റിംഗ്. ആരോഗ്യം ഉണ്ടോ എന്നുള്ളത് പറയണോ? മോനെ ഒരു പ്രൈസിലോട് വന്നേ, പ്രൈസിലോട് പറഞ്ഞേ മോനെ. നിങ്ങൾ ആരെങ്കിലും കേട്ടോ? നീ ഒച്ച കേൾക്കുന്ന രീതി പറഞ്ഞേ. അയ്യോ, ഇത് എവിടെ എത്തിക്കും? ഉറച്ചു പറയണ്ടേ? പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. അത് ആരോഗ്യമുള്ളവന്റെ ലക്ഷണമല്ലേ? ആണോ? ഒറ്റ സ്വോത്രേ പറഞ്ഞുള്ളതിൽ ഉറച്ചു പറയണം. ഒറ്റ ഹല്ലേലൂയ പറഞ്ഞുള്ളതിൽ ഉറച്ചു പറയണം. അത് ആരോഗ്യമുള്ളവന്റെ ലക്ഷണമാ. അല്ലെങ്കിൽ നൂഡിൽസ് കഴിച്ചതിന്റെ ലക്ഷണമാ ഇത്. ഇങ്ങനെ കുറച്ച് കുഴഞ്ഞു. ദൈവമക്കൾ കരുത്തന്മാരായിരിക്കണം. നിങ്ങളുടെ ആത്മ മനുഷ്യൻ ബലമുള്ളതായിരിക്കണം. പുറത്തെ മനുഷ്യൻ ക്ഷീണിക്കാം, പക്ഷെ ആത്മ മനുഷ്യൻ ബലപ്പെടണം. ആത്മാവിൽ ആരോഗ്യപ്പെടുക. അപ്പൊ നമ്മൾ ആ സബ്ജക്റ്റ് പഠിക്കാൻ പോവുക. പഴയ നിയമ ഭക്തന്മാരുടെ മേലെല്ലാം ആത്മാവ് ശക്തമായി ഇറങ്ങിയിരുന്നു. ദാവീദിന്റെ മേൽ ആത്മാവ് വന്നു. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ദാവീദിന്റെ മേൽ ആത്മാവ് വന്നു. ദാവീദ് കിന്നരം എടുത്ത് വായിക്കുമ്പോൾ ശൗലിന്റെ മേലുള്ള ദുരാത്മാവ് പുറത്തു പോകും. അപ്പൊ ദാവീദിന്റെ ആദ്യകാല ശുശ്രൂഷ ഏതാ? ആദ്യത്തെ ശുശ്രൂഷ ഏതാ? ഭൂതശാന്തി ശുശ്രൂഷ. പിന്നെ രാജാവൊക്കെ ആയത്. ആദ്യത്തെ ശുശ്രൂഷ ഭൂതശാന്തി ശുശ്രൂഷ. അതിനാ പുള്ളിക്ക് കൊട്ടാരത്തിൽ ജോലി കിട്ടിയേ അല്ലേ? ഭൂതത്തെ പുറത്താക്കാൻ കൃപാവരമാണ് ദൈവമക്കളെ വ്യത്യസ്തരാക്കുന്നത്. പെന്തക്കോസിന്റെ അഴകെന്താ? കൃപാവരമാ. രോഗശാന്തി ശുശ്രൂഷ, ഭൂതശാന്തി ശുശ്രൂഷ, പ്രവചന ശുശ്രൂഷ, വെളിപ്പാടിന്റെ ശുശ്രൂഷ. നമ്മുടെ കൃപാവരമാ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. കൃപാവരം ഉണ്ടോ, നമ്മളെ ദൈവം ഉയർത്തിയിരിക്കും. ദാവീദ് മാനിക്കപ്പെട്ടത്
ഭൂതത്തെ പുറത്താക്കുന്ന ശുശ്രൂഷയുള്ളത് കൊണ്ടാ. അതുകൊണ്ടാ കൊട്ടാരത്തിൽ ശൗലിന് ദുരാത്മാവ് കയറിയപ്പോൾ വിളിച്ച് അവിടെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് ആ ഭൂതത്തെ പുറത്താക്കാൻ. നിങ്ങൾ എടുത്തു നോക്ക്, ഓരോരുത്തരെയും ദൈവം മാനിച്ച് നിങ്ങൾ എടുത്തു നോക്ക്. കൃപാവരവാ, അവരുടെ വിദ്യാഭ്യാസമല്ല. ദാനിയേൽ മാനിക്കപ്പെട്ടത് ഏത് ശുശ്രൂഷ കൊണ്ടാ? ദാനിയേൽ മാനിക്കപ്പെട്ടത് ഏത് ശുശ്രൂഷ കൊണ്ടാ? വിദ്യാഭ്യാസമാണോ? നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിയാകത്തില്ല കേട്ടോ. സാറ് പഠിപ്പിക്കുമ്പോൾ പിള്ളേർ മിണ്ടായിരുന്ന സാർ ഓക്കെ ആവുമോ? ഓക്കെ പറ, പറ്റുമോ? അത് നമുക്ക് വിഷമമല്ലേ? അപ്പൊ ഒന്ന് ഉഷാറാ. ഇപ്പൊ എന്റെ സ്റ്റുഡന്റ് പറഞ്ഞു സ്വപ്നം വ്യാഖ്യാനിച്ച് ആണോ? അത് രണ്ടാമതാട്ടോ. പക്ഷെ ശരിക്കും ദാനിയേൽ മാനിക്കപ്പെട്ടത് സ്വപ്നം വ്യാഖ്യാനിച്ചെന്നുള്ളത് ശരിയാ. പക്ഷെ ശരിക്കും മാനിക്കപ്പെട്ടത് അന്യഭാഷ വ്യാഖ്യാനിച്ചിട്ട്. മെനെ മെനെ തെക്കേൽ ഊഫർസീൻ. നമ്മളാണ് വായിച്ച് ഊപ്പാട് വന്നു അല്ലേ? യഹോവ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടു. ആ അന്യഭാഷ വ്യാഖ്യാനിച്ചത് കൊണ്ട് രാജ്യത്തെ രണ്ടാമനായത് അല്ലേ? അന്യഭാഷ വ്യാഖ്യാനമാ അദ്ദേഹത്തെ ഉയർത്തി. യോസഫ് മാനിക്കപ്പെട്ടത് സ്വപ്ന വ്യാഖ്യാനം. ആദ്യം ചേട്ടന്മാർക്കായിരുന്നു സ്വപ്ന വ്യാഖ്യാനം അല്ലേ? യോസഫ് കണ്ട സ്വപ്നം ചേട്ടന്മാരാ വ്യാഖ്യാനിച്ചേ. പിന്നെ അവൻ കാരാഗ്രഹത്തിലൊക്കെ കിടന്നു കഴിഞ്ഞപ്പോൾ അവൻ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനും കൂടി ആയിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ സ്വപ്ന വ്യാഖ്യാനമാണ് യോസേഫിനെ ഉയർത്തിയത്. അല്ലാതെ വിദ്യാഭ്യാസ യോഗ്യതയല്ല. പെന്തക്കോസിൽ വന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് സമൂഹത്തിലും സഭയിലും ഒരു മാന്യത വേണോ? നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ല ദൈവം നോക്കുന്നത്. കൃപാവരമുണ്ടോ? ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാം. സ്തോത്രം. എനിക്ക് എൻ്റെ ബഹ്റിൻ ചർച്ചിലെ എൻ്റെ ചർച്ചിൻ്റെ സെക്രട്ടറി, ഇപ്പോൾ പുള്ളി വലിയൊരു കമ്പനിയുടെ മാനേജരാണ്. ഇപ്പൊ പുള്ളിയുടെ കീഴിൽ നിൽക്കുന്നവരെല്ലാം CA-കാരാണ്, ചാർട്ടേഡ് അക്കൗണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു അദ്ദേഹവും എന്താണ് CA-കാരനാണെന്നാ ചിന്തിച്ചത്. അപ്പൊ ഞാൻ പുള്ളിനോട് ചോദിച്ചു, അച്ഛൻ എന്തോ പഠിച്ച? അപ്പൊ എന്നോട് പറഞ്ഞു, പാർഷ ആരോടും പറയരുത്, 10ാം ക്ലാസ്സും ഗുസ്തിയാണ്. അപ്പൊ കീഴിൽ നിൽക്കുന്നവർ CA-കാര്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചു? അപ്പൊ എന്നോട് അദ്ദേഹം പറയാം, അതൊരു കൃപയാ പാർഷ. കൃപയാണ്. എന്നെ അറബിക്ക് പുള്ളിന് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹത്തെ കമ്പനിയുടെ മാനേജരാക്കി നിർത്തിയേക്കുക. സ്തോത്രം. മധു എന്ന് പറഞ്ഞ ഒരു അച്ചായൻ, ഒരു സഹോദരൻ കോഴിക്കോടുള്ളതാ. അദ്ദേഹം ബഹറിലുണ്ട്. അദ്ദേഹത്തെയൊക്കെ പാർഷക്ക് അറിയാം. പാർഷ ആ ചർച്ചിൽ പോയിട്ടുള്ളതാ. മധു എന്ന് പറഞ്ഞ ആള്, അദ്ദേഹത്തിന് 3.5 ലക്ഷം രൂപ സാലറിയാ. 8ാം ക്ലാസ്സോ പഠിച്ചിട്ടു. കൃപയാ കേട്ടോ. ദൈവമക്കളെ, നിനക്ക് കൃപാവരം ഉണ്ടോ? നിനക്ക് വെളിപ്പാടുണ്ടോ? നിനക്ക് ദർശനമുണ്ടോ? നിനക്ക് ഭൂതശാന്തി ശുശ്രൂഷയുണ്ടോ? ചുമ്മാ പറ്റീരി കേസായിട്ടല്ല ഞാൻ പറഞ്ഞേ, ഉണ്ടെന്ന് പറഞ്ഞ് നടിച്ച് നടക്കുന്നുവല്ല ഞാൻ പറഞ്ഞേ. ഒറിജിനൽ കൃപാവരം നിന്നിലുണ്ടെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് നിന്നെ മാനിക്കാൻ പറ്റും. കരം തട്ടി ഒന്ന് സ്തോത്രം ചെയ്ത ദൈവത്തിന് ശക്തമായി ഒന്ന് മഹത്വം കൊടുക്കാവോ? കൃപാവരമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. സ്തോത്രം. കർത്താവിന് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ കൃപ. അപ്പൊ ദാവീദ് മാനിക്കപ്പെട്ടത് ശരിക്കും ഭൂതശാന്തി ശുശ്രൂഷ. അദ്ദേഹത്തിന് കിന്നരം വായിക്കാനുള്ള കഴിവുണ്ട്. അത് വായിക്കുമ്പോൾ, കിന്നര വായനയിൽ നിപുണനാണ്. വായിക്കുമ്പോൾ ദൈവം കൃപയാൽ ശൗലിന്റെ മേലുള്ള ദുരാത്മാവിനെ പുറത്തു ചാടിക്കും. അത് നിനക്ക് ഉള്ള കഴിവ് എന്താണോ? കീബോർഡ് വായിക്കാനാണോ? ഡ്രം അടിക്കാനാണോ? അത് ആത്മാവിൽ ചെയ്യാൻ പഠിക്കണം. ഒരു പ്രൊഫഷനായിട്ടല്ല, ശരിക്കും ആത്മാവിൽ നിങ്ങൾ ചെയ്തു തുടങ്ങിക്കേ, നിങ്ങളെ ദൈവം ഉപയോഗിച്ചിരിക്കും. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയാ പഴയ നിയമ ഭക്തന്മാരുടെ മേൽ ആത്മാവ് വന്നെന്നാ. ഇനി ഇത് ഞാൻ പഠിപ്പിക്കാൻ കാരണമുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ശൗലിന്റെ മേൽ ആത്മാവ് വന്നു. ശൗലും പ്രവാചക ഗണത്തിലോ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ശൗല് ആദ്യം ചെയ്ത ശുശ്രൂഷ ഏതാ? പ്രവചനമാ. ശക്തനായ പ്രവാചകനായിരുന്നു ശൗൽ, കീശിന്റെ മകനായ ശൗൽ. ഇനി 3, ശിംശോന്റെ മേൽ ആത്മാവ് വന്നു. ശിംശോൻ കുന്നൊന്ന് കുന്ന് രണ്ടെന്ന രീതി ഫെലിസ്തരെ കൊന്നൊടുക്കി. 300 കുറുക്കന്മാരെ വാലോട് വാല് ചേർത്ത് കെട്ടി ഫെലിസ്തരുടെ വിള നശിപ്പിച്ചു. മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരുണ്ടല്ലോ, അതിനെ വാലോട് വാല് ചേർത്ത് കെട്ടി. നമുക്കൊരു ചാവേലിപ്പട്ടിനെ പിടിക്കാൻ പറ്റുമോ? പക്ഷെ അഭിഷേകം വന്നപ്പോൾ അവൻ 300 കുറുക്കന്മാരെ വാലോട് വാല് ചേർത്ത് കെട്ടി.
അവന്റെ മേൽ ആത്മാവ് വന്നപ്പം അസാധാരണ ശുശ്രൂഷ ചെയ്തു. പക്ഷെ ഇവരെല്ലാം പരാജയപ്പെട്ടു. എൻ്റെ കൂടെ വന്ന് ദാവീദ് ഭൂതശാന്തി ശുശ്രൂഷകനായിരുന്നു. പക്ഷെ ഊരിയാവിന്റെ ഭാര്യയ്ക്ക് മുമ്പിൽ കൃപ കളഞ്ഞു. ശൗല് ശക്തനായ പ്രവാചകനായിരുന്നു. പക്ഷെ 2 വർഷമേ കൃപയിൽ നിന്ന് പ്രവചിച്ചുള്ളൂ. ബാക്കി കൃപ പോയി. അവസാനം വെളിച്ചപ്പാടത്തിന്റെ അടുക്കൽ പോയി, കൃപ പോയി. ശിംശോൻ ശക്തനായ ശുശ്രൂഷകൻ, ഇതുപോലൊരു ന്യായാധിപൻ വേറെയില്ല. നാസിർ വ്രതസ്ഥനായിരുന്നു. പക്ഷെ ദലീലയുടെ മടിയിൽ തല കൊണ്ടുവച്ച് ഉള്ള കൃപ മുഴുവൻ കളഞ്ഞു. അപ്പൊ ഇവരുടെ വിഷയം എന്താ? അത് പഠിപ്പിക്കാം. അവരുടെ മേൽ ആത്മാവ് വന്നു, അസാധാരണ ശുശ്രൂഷ ചെയ്തു. അപ്പൊ ആത്മാവ് അവിടെ എവിടെയാ വന്നേ? അവരുടെ മേൽ. പക്ഷെ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ മൺകൂടാരത്തിന്റെ അകത്താത്മാവിനെ പകർന്നു. നമ്മുടെ മേലല്ല ആത്മാവ് ഇറങ്ങേണ്ടത്, നമ്മുടെ അകത്ത് അഭിഷേകം ചലിക്കണം. ആത്മമനുഷ്യൻ ബലപ്പെടണം. പുറമെ അല്ല അഭിഷേകം വെളിപ്പെടേണ്ടത്, അകത്ത് അഭിഷേകം വ്യാപരിപ്പാൻ കൃപ ലഭിച്ചവർ ആത്മാവിൽ സ്തോത്രം ചെയ്യുക, ആത്മാവിൽ ആരോഗ്യപ്പെടുക. എടുത്തു പറയാം, പുറമെ കാണിക്കുന്ന പ്രഹസനമല്ല അഭിഷേകം. നിന്റെ അകത്ത് അഭിഷേകം പറഞ്ഞതിന്റെ ഉദ്ദേശം പറയാം. നിന്റെ മുമ്പിൽ ദലീല വന്നാൽ, സഹോദരന്മാർ ശ്രദ്ധിച്ചോ, നിന്റെ മുമ്പിൽ ദലീല വന്നാൽ നിന്റെ അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ നീ നോ പറയും. നീ മട്ടുപ്ലാവിൽ കൂടി നടക്കുമ്പോൾ ആരെങ്കിലും കുളിക്കുന്ന കണ്ടാൽ നിന്റെ കണ്ണ് അതിൽ ഉടക്കി നിൽക്കത്തില്ല. നിന്റെ അകത്ത് നോ പറയും. അകത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ പാപത്തോട് നോ പറയാൻ പറ്റുന്നതാണ് യഥാർത്ഥ അഭിഷേകം. നിന്റെ മുമ്പിൽ ശത്രു കൊണ്ടുവയ്ക്കുന്ന കൺമോഹം, ജനമോഹം, അധികാരമോഹം, ഏത് മോഹമാകട്ടെ അതിനെ ജയിക്കാൻ കഴിയുന്നതായിരിക്കണം അഭിഷേകം. കരമടിക്കുന്നെങ്കിൽ നന്നായി അടിച്ച് സ്തോത്രം ചെയ്യ്, ആത്മാവിൽ ബലപ്പെട്. ധരം ഭടകം ധനയം ഭൗഷം വേദം ഭൗഷം വേദം ജഗനം ഛാപ രാഭ ഷൈഡ രമന ധനയ രഗത വൈഷ അല്ലാതെ എല്ലായിടത്തും വീണ് മറിഞ്ഞ് ഇതൊന്നുമല്ല. യഥാർത്ഥ അഭിഷേകം എന്താണെന്ന് ഇപ്പോഴും ദൈവമക്കൾക്ക് അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിന്റെ പുറമേ കാണിക്കുന്ന ഉപരി വിപ്ലവമല്ല അഭിഷേകം. നിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടു വരണം. ആത്മാവിൽ ആരോഗ്യപ്പെടുക, ആത്മാവിൽ ആരോഗ്യപ്പെടുക, ആത്മമനുഷ്യൻ കരുത്തരാകുക. സ്തോത്രം. ബൈബിൾ പഠിപ്പിക്കുന്ന 3 ആരോഗ്യമുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ആത്മാവിൽ ആരോഗ്യം. രണ്ടാമത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ആരോഗ്യമുണ്ട്. യോവേൽ പ്രവചന പുസ്തകം 2:11 വാക്യം വായിക്ക്. യോവേൽ പ്രവചനം 2:11. യഹോവ തന്റെ സൈന്യത്തിന്റെ മുമ്പിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവന്റെ പാളയം അത്യന്തം വലുതും അവന്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ തന്നെ. വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവൻ, വചനം അനുഷ്ഠിക്കുന്നവൻ ആരോഗ്യമുള്ളവൻ. മനസ്സിലായോ? അപ്പൊ രണ്ടാമത് ദൈവമക്കൾക്ക് വേണ്ട ആരോഗ്യം ഏതാ? വചനത്തിൽ ആരോഗ്യം വേണം. ഒന്നാമത് ആത്മാവിൽ ആരോഗ്യം വേണം. 2 വചനത്തിൽ ആരോഗ്യം വേണം. ബൈബിളിൽ എവിടെന്ന് ചോദിച്ചാലും പറയത്തക്കവണ്ണം വചനവുമായി നല്ല ബന്ധം വേണം. എല്ലാ ദിവസവും ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യണം. പാസ്റ്ററുടെ മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല, ഞാൻ വിശ്വാസികളോട് പറയുന്നേ. എല്ലാ ദിവസവും ഒരു മെസ്സേജ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആത്മീയരാണെന്ന് ഞാൻ പറയും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് 2 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ വചന ധ്യാനത്തിന് മാറ്റിവെക്കണം. മെസ്സേജ് പ്രിപ്പയർ ചെയ്യണം. ദൈവം നിങ്ങളെ കരത്തിലെടുക്കും, ശക്തമായി ഉപയോഗിക്കും. വചനത്തിൽ ആരോഗ്യമുള്ളവരാകുക. സ്തോത്രം.
വചനത്തിൽ എവിടുന്ന് ചോദിച്ചാലും പറയത്തക്കവണ്ണം വചനവുമായി നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഞാൻ അത് 2-3 കാര്യം നിങ്ങളെ പഠിപ്പിക്കാം. കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ടും വലിയവരോട് ബന്ധപ്പെട്ടും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇപ്പോൾ വചനത്തിന് ഭയങ്കര ഷോർട്ടേജാണ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല. കർത്താവേ, നിന്റെ വചനം കേൾപ്പാൻ ഒരു വിശപ്പ്, ആരോഗ്യമുണ്ടായിരിക്കണം ദൈവമക്കൾ. വചനത്തിന് ബൈബിളിനുള്ളിൽ ഉൾപ്പിരിവുകളുണ്ട്. ഉൾപ്പിരിവുകൾ ഇനി നിങ്ങൾ വായിക്കേണ്ട, ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാവും വചനത്തിന് ഉൾപ്പിരിവുകൾ. 1 കൊരിന്ത്യർ 1:18 അവിടെ പറയുന്നത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വം, രക്ഷിക്കപ്പെട്ട എനിക്ക് ദൈവശക്തി. അപ്പൊ വചനത്തിന്റെ പേരെന്താ? അല്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ക്രൂശിന്റെ വചനം അല്ലേ? വചനത്തിന്റെ പേരെന്താ? ക്രൂശിന്റെ വചനം. ക്രൂശിന്റെ വചനം പറയുമ്പോൾ അവിടെ എന്ത് വ്യാപരിക്കും? ദൈവശക്തി വ്യാപരിക്കും. ദൈവശക്തി. നിങ്ങൾ ക്രൂശിനെ ഉയർത്തി നോക്ക്. കർത്തൃമേശ ശുശ്രൂഷ മാത്രമല്ല, നിങ്ങൾ വ്യക്തിപരമായി ക്രൂശിനെ ഉയർത്തി നോക്ക്. ദൈവ സാന്നിധ്യം ചലിക്കുന്നത് കാണാം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോ. നമ്മൾ ക്രൂശിന്റെ ചോട്ടിൽ നിൽക്കുന്നത് ഒന്ന് ഇമാജിൻ ചെയ്യണം. കർത്താവിന്റെ കൈകാലുകളിൽ ആണി തറച്ചിരിക്കുന്ന കാണണം. തലയിൽ മുൾക്കിരീടം വെച്ചിരിക്കുന്ന ഇമാജിൻ ചെയ്യണം. അവന്റെ വിലാപ്പുറം കുത്തിത്തുളച്ചത് കാണണം ആത്മാവിൽ. നിങ്ങൾ ആ ക്രൂശിന്റെ ചോട്ടിൽ 4 പേരില്ലേ? മറിയമാര്, ആമേ ഇല്ലേ, ആമേ യോഹന്നാനില്ലേ? ഇവരെല്ലാം ചോട്ടി നിൽക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടെന്നൊന്ന് ഇമാജിൻ ചെയ്തേ. എന്നിട്ട് ആ യേശുവിന്റെ രക്തം ഒഴുകുന്നത് നിങ്ങളുടെ തലമേലാണെന്നൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച്, എന്നിട്ട് വാ തുറന്ന് കുറച്ചു നേരം ഒന്ന് രക്തം ജയം പറഞ്ഞു നോക്കിക്കേ. നിങ്ങൾ വാ തുറന്ന് രക്തം ജയം, കർത്താവേ നിന്നിൽ നിന്ന് ഒഴുകുന്ന രക്തത്തിൽ ഞാൻ ആശ്രയിച്ച് ജയമെടുക്കുന്നെന്ന് പറഞ്ഞു നോക്കിക്കേ. ആ സെക്കൻഡ് ദൈവ സാന്നിധ്യം ചലിച്ചിരിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഇത് നശിച്ചു പോകുന്നവർക്ക് ബോഷത്വമാ, രക്ഷിക്കപ്പെട്ട നമുക്ക് ഇത് ബോഷത്വമല്ല, ഇതൊരു ദൈവ ശക്തിയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ ക്രൂശിന്റെ ചോട്ടിലിരുത്ത്, രക്തം ജയം പറയിപ്പിക്ക്. പണ്ടൊക്കെ കാത്തിരിപ്പ് യോഗമുണ്ട് സഭയിൽ. എന്തിനാ കാത്തിരിപ്പ് യോഗം? എന്തിനായിരുന്നു കാത്തിരിപ്പ് യോഗം? അഭിഷേകം പ്രാപിക്കാത്തവരെ പ്രാപിപ്പിക്കാനുള്ള മീറ്റിംഗാ ശരിക്കും. എല്ലാവരും വട്ടത്തിൽ കൂടിയിരുത്തി അല്ലേ? അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവനെ നടുക്ക് പിടിച്ചിരുത്തും അഭിഷേകം പ്രാപിക്കാം. എല്ലാവരും കൈയടിച്ച് അന്യഭാഷയിൽ ആരാധിക്കും. അവനോട് പറയും, നീ വാ തുറന്ന് രക്തം ജയം പറയാൻ. അവൻ രക്തം ജയം പറയുമ്പോൾ ആ മീറ്റിംഗിൽ അവനെ ദൈവം തൊട്ടിരിക്കും. അവന്റെ നാവിനെ തൊട്ടിരിക്കും. അഭിഷേകത്തിൽ അവൻ നിറഞ്ഞിരിക്കും. അഭിഷേകം പ്രാപിച്ചാൽ അവനിലുള്ള അഭിഷേകം അവനെ ഉപദേശിച്ച് നടത്തും. സ്തോത്രം. അതായിരുന്നു പണ്ടത്തെ അപ്പച്ചന്മാർ ചെയ്യുന്നത്. ഇപ്പം സ്റ്റാൻഡേർഡ് ആയി പോയില്ലേ? ഇപ്പൊ കാത്തിരിപ്പ് യോഗമില്ലല്ലോ. മടങ്ങി വരണം, എങ്കിലേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വമാ, പക്ഷെ രക്ഷിക്കപ്പെട്ട നമുക്കതൊരു ദൈവശക്തിയാ. അടുത്തത് ദൈവവചനത്തിന്റെ പേരെന്താ ബൈബിൾ എഴുതിയേക്കുന്നതെന്ന് അറിയാവോ? അപ്പോസ്തല പ്രവൃത്തി 14:3 ആമേൻ. അവിടെ എഴുതിയ പൗലോസിനും ബർണബാസിനും എതിരെ യഹൂദന്മാർ ജാതികളെ കൂട്ടുപിടിച്ചു. 1ാം മിഷണറി യാത്രി. എന്നിട്ട് കല്ല് പറക്കി എറിഞ്ഞു. അപ്പോൾ അവരുടെ നടുവിൽ പൗലോസ് കൃപയുടെ വചനം പറഞ്ഞു. എന്തു പറഞ്ഞു? കൃപയുടെ വചനം. കൃപയുടെ വചനം പറഞ്ഞപ്പോൾ അവരുടെ കയ്യാൽ അത്ഭുതവും അടയാളവും നടന്നു. അപ്പൊ വചനത്തിന്റെ പേരെന്താ? കൃപയുടെ വചനം. കൃപയുടെ വചനം പറഞ്ഞ എന്ത് നടക്കും? അത്ഭുതവും അടയാളവും. ദൈവവചനം കൃപയാലാണ്. ആ കൃപയുടെ വചനം പറഞ്ഞാൽ ദൈവസഭയിൽ അത്ഭുതമുണ്ട്, അടയാളമുണ്ട്. ആമേൻ. റോമാലേഖനം 10:8 ഇത് വിശ്വാസത്തിന്റെ വചനമാണ്. വചനത്തിന്റെ പേരെന്താ? അപ്പം വിശ്വാസത്തിന്. വചനം പറഞ്ഞാൽ എന്ത് വ്യാപരിക്കും? വിശ്വാസം വ്യാപരിക്കും. യോഹന്നാൻ 6:68 യേശു കർത്താവ് 5 അപ്പം 5000 പേർക്ക് വിളമ്പിക്കൊടുത്തു. ശിഷ്യന്മാരെ കൂട്ടി അത്ഭുതം കണ്ടു, അടയാളം കണ്ടു. അത് കഴിഞ്ഞ് യേശു അക്കരയ്ക്ക് പോയി. അപ്പൊ ഈ അത്ഭുതം കണ്ട ജനമെല്ലാം പിന്നെ എന്ത് ചെയ്തു? പിറ്റേ ദിവസം യേശുവിന്റെ പുറകെ വന്നു, പടക് കയറി. അവിടെ ചെന്നപ്പോ യേശു പറഞ്ഞു, നിങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ട് എന്ത് ചെയ്തേക്കുന്നേ? ഇന്ന് വന്നേക്കുന്നേ.
നിങ്ങൾ പറയും, നിങ്ങൾ ഇന്ന് രാവിലെ മീറ്റിങ്ങിന് വന്നു, ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു, ഫുഡ് കഴിച്ചു, വൈകിട്ട് നിങ്ങൾ മീറ്റിങ്ങിന് വന്നു. അന്നേരം ഞാൻ പറയാമെന്ന് കുട്ടിക്ക്, രാവിലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടാണ് നിങ്ങൾ വൈകിട്ടും വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതല്ലേ ദൈവം ചോദിച്ചേ? നിങ്ങൾ അപ്പം നിന്ന് തൃപ്തി പ്രാപിച്ചത് കൊണ്ടാ വന്നേ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ പക്ഷെ കർത്താവ് വീണ്ടും പ്രസംഗിക്കുക അവരോട്, ആ വന്നവരോട് പറയാ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അപ്പൊ അവർ പറഞ്ഞു ഇത് കഠിന വാക്കാ. അപ്പൊ അവരെല്ലാം ഇട്ടിട്ട് പോയി, എല്ലാവരും പോയി യേശുവിന്റെ അടുത്തുനിന്ന്. അപ്പൊ 12 ശിഷ്യന്മാർ ശേഷിച്ചു. അപ്പൊ യേശു പറഞ്ഞു നിങ്ങൾക്കും വേണേ പൊക്കോളാൻ പറഞ്ഞു. യേശു അങ്ങനെയല്ലേ പറഞ്ഞേ? നിങ്ങൾക്കും വേണേ. ഇവിടെ പെന്തക്കോസ്തിൽ ആരെ പിടിച്ചു നിർത്തത്തില്ല, വേണമെങ്കിൽ പൊക്കോ, ഇപ്പം ചാൻസ് തന്നേക്കാം, പൊക്കോ. സ്തോത്രം. അയ്യോ പോകല്ലേ അച്ഛാ പോകല്ലേ എന്നൊന്നും പറഞ്ഞ് പുറകെ നടക്കത്തൊന്നുമില്ല, പോകേണ്ടവര് പൊക്കോണം. അപ്പൊ പത്രോസ് എന്താ പറഞ്ഞെന്നറിയാവോ? 6:68 നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങൾ ഇവിടുന്ന് പോയെന്ന് കൂട്ട്, നിങ്ങളുടെ പഴയതിലേക്ക് പോയെന്ന് കൂട്ട്. പഴയതറിയത്തില്ലേ? അവിടെ ചെന്നു. ഇവിടെ കിട്ടുന്ന വചനം അവിടെ കിട്ടുവോ? കിട്ടുവോ പാസ്റ്റർജി? കിട്ടുവോ? പെന്തക്കോസ്തി കിട്ടുന്ന കറ തീർന്ന വചനം അവിടെ കിട്ടുവോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ട മൊത്തം കിട്ടുന്ന ലക്ഷണമുണ്ട്. കിട്ടും, വാളവരെ കിട്ടും. ഒക്കോ നമുക്ക് കിട്ടുന്ന അത്ര. പവർ വിഷൻ തുറന്നാൽ വചനം, ബൈബിൾ തുറന്ന വചനം, സഭയിൽ വന്ന വചനം, എങ്ങോട്ട് തിരിഞ്ഞാലും വചനമല്ലേ. നമ്മളെ പോലെ ശ്രേഷ്ഠന്മാർ ആരുണ്ട്? സ്തോത്രം. അപ്പൊ നമ്മൾ നിൽക്കുന്നത് അത്ഭുതം കണ്ടിട്ടല്ല, അടയാളം കണ്ടിട്ടല്ല, നിത്യജീവന്റെ വചനം ദൈവസഭയ്ക്കകത്തുള്ളത് കൊണ്ടാ, ദൈവത്തിൽ നിന്നുള്ളത് കൊണ്ടാ ദൈവമക്കൾ സഭയിൽ നിൽക്കുന്നത്. വചനമില്ലെങ്കിൽ സഭ പോകും. സ്തോത്രം. അടുത്തത് 2 തിമോഥെയോസ് 2:15 ആ ഭാഗം പറയുന്നത്, സത്യവചനം യാഥാർത്ഥ്യമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനാകണം. അപ്പൊ വചനത്തിന്റെ പേരെന്താ? സത്യവചനം. വചനത്തിൽ മായം ചേർക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? മായം ചേർത്താൽ ലജ്ജിക്കേണ്ടി വരും. കറ തീർന്ന് വചനം പറഞ്ഞ ആരുടെ മുമ്പിലും പ്രാഗൽഭ്യത്തോടെ പറയാം, ധൈര്യത്തോടെ പറയാം. കറ തീർന്ന് പറയാൻ പഠിക്കണം. അപ്പൊ സത്യവചനം യാഥാർത്ഥ്യമായി പ്രസംഗിച്ചാൽ ലജ്ജിക്കേണ്ടി വരത്തില്ല. ഞാനിപ്പോ വചനത്തിന്റെ 5 ഉൾപ്പിരിവ് പറഞ്ഞു, പേര് പറഞ്ഞു. ഒന്ന് പറയാവോ? ഒന്ന് പറ, കുഞ്ഞുങ്ങളൊക്കെ പറ. ക്രൂശിന്റെ വചനം, കൃപയുടെ വചനം, വിശ്വാസത്തിന്റെ വചനം, നിത്യജീവന്റെ വചനം, സത്യവചനം, ഇനിയുണ്ട് ജീവന്റെ വചനം. അങ്ങനെ കിടക്കുക പേര്, വചനത്തിന്റെ പേരുകൾ. മനസ്സിലായോ? ഇത് സാഹചര്യം അനുസരിച്ച് പറയണമെങ്കിൽ വചനത്തിൽ എന്ത് വേണം? ആരോഗ്യം വേണം. കൺവെൻഷന് പ്രസംഗിക്കുന്ന പ്രസംഗം സഭയിൽ പറ്റത്തില്ല. ഹലോ. മരണവീട്ടിലെ പ്രസംഗവും സഭയിൽ പറ്റത്തില്ല. ഓരോ സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് വചനം കൈകാര്യം ചെയ്യാൻ വചനത്തിൽ തികവും നിറവും ദൈവമക്കൾ പ്രാപിച്ചിരിക്കണം. സഭയിൽ പ്രസംഗമേ പാടില്ല. പോയോ? ദൈവസഭയിൽ വചനം പ്രബോധിപ്പിക്കണം. പുറത്ത് ദൈവ മക്കളുടെ ഇടയിലല്ല, ജാതികളുടെ ഇടയിൽ വചനം പ്രസംഗിക്കണം. സഭയിൽ വചനം പ്രബോധിപ്പിക്കണം. കറ തീർന്ന് മനസ്സിലാക്കി കൊടുത്ത് പ്രബോധിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം സഭയിൽ നടക്കേണ്ടത്. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്ത് ചോദിക്കട്ടെ മോനെ, യേശു ദൈവമാണോ? ഫ്രണ്ടിൽ ഇരുന്ന 2 ഗുണമുണ്ട്. ഒന്ന് പാസ്റ്റർ ചോദിക്കും, 2 പാസ്റ്ററിന്റെ തുപ്പൽ തെറിക്കും. തുപ്പൽ വീഴുന്ന ഒരു അഭിഷേകമാണ്, ചോദ്യം ഒരു അനുഗ്രഹമാണ്. യേശു ദൈവമാണോ? ആണ്. ഒരു വാക്യം പറയാമോ യേശുവിന്റെ ദൈവത്തിൽ? നമ്മുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ചോദിച്ചു, വലിയവരോട് നിങ്ങളോട് ചോദിക്കുന്നില്ല, നാണക്കേടായതുകൊണ്ട്. യേശുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്ന ഒരു വാക്യം പറയേ. കുടുങ്ങി. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുമ്പോൾ അവര് കുടുങ്ങി, അവർക്ക് പറയാൻ അറിയത്തില്ല. കുഞ്ഞുങ്ങളുടെ എക്സാം സമയത്ത് ഫാസ്റ്റിംഗ് ഇരിക്കുന്ന മാതാപിതാക്കളൊന്ന് കൈവക്കിക്കേ. എക്സാം സമയത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ.
സൺഡേ സ്കൂളിന്റെ എക്സാമിന് ഉപവാസം ഇരിക്കുന്ന മാതാപിതാക്കളൊന്ന് കൈപൊക്കിക്കേ. പാടല്ലേ? ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ സൺഡേ സ്കൂൾ നന്നായി ഒന്ന് പഠിപ്പിച്ച് ഒരു പാസ്റ്റർ പഠിച്ചതിന് തുല്യമായിരിക്കും. ദൈവവചന കറ തീർന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല കേട്ടോ. നിരീശ്വരവാദികളായി അവർ മാറ്റപ്പെടും, സംശയരോഗികളായി അവർ മാറ്റപ്പെടും, സഭയെ അവർ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ആമേൻ. ഇവിടുത്തെ ഉപദേശങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ചെറുപ്രായം തൊട്ട് യേശു ആരാണെന്നും യേശു എന്തിനു വന്നതാണെന്നും യേശു എന്തിനു മരിച്ചതാണെന്നും എല്ലാ കാര്യങ്ങളും അവരെ പഠിപ്പിക്കണം. 12 വയസ്സിന്റെ ഉള്ളിൽ യേശു, ആമേൻ, തോറാത്ത്, നബിയും കെത്തുബിയും പഴയ നിയമം മുഴുവൻ യേശു പഠിച്ചതുപോലെ ദൈവമക്കളെ, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവവചനം +2 ആകുന്നതിന് മുൻപേ അവരെ രക്ഷിക്കപ്പെട്ട് അവർ സ്നാനപ്പെട്ട് ദൈവവചനത്തിൽ അടിസ്ഥാനമുള്ളവരാക്കി വളർത്തിയില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ, നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നരകത്തിലായി എത്തുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗമാകത്തില്ല കേട്ടോ. നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അവർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ പഠിക്കണം. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും അവർ കൃപയിലാണെന്ന് ബോധ്യം വരുത്തിയിട്ടേ നിങ്ങൾ മാതാപിതാക്കൾ ഇവിടുന്ന് മാറാവുള്ളൂ. സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക്, വലിയവർക്ക് വചനത്തിൽ ആരോഗ്യം വേണം. അതിനെന്താ ആരോഗ്യം വരുത്തണമെങ്കിലുള്ള മർമ്മം? ആവർത്തനം 6:6 വാക്യം വായിച്ചേ. ആവർത്തനം 6:6 വാക്യം. ശ്രദ്ധിച്ച് കേട്ടോണം. ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കുന്ന ഈ വചനങ്ങൾ ആദ്യം എവിടെ ഇരിക്കണം? മാതാപിതാക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. എന്നിട്ടോ അവയെ നിന്റെ മക്കൾക്ക് നീ എന്ത് ചെയ്യണം? വചനം ഉപദേശിച്ചു കൊടുക്കണം. പിന്നെ എപ്പോഴൊക്കെയാ? വീട്ടിലിരിക്കുമ്പം, വഴി നടക്കുമ്പം, കിടക്കുമ്പം, എഴുന്നേൽക്കുമ്പം അവയെക്കുറിച്ച് സംസാരിക്കണം. ഏതിനെക്കുറിച്ച്? വചനത്തെക്കുറിച്ച്. ആദ്യം നിന്റെ ഹൃദയത്തിൽ എന്ത് വേണം? നിന്റെ ഹൃദയത്തിൽ മോഹൻലാലിനെ വെച്ചോണ്ടിരുന്ന അവനെ ഉപദേശിച്ച വല്ലോ നടക്കൂ? നിന്റെ ഹൃദയത്തിൽ സീരിയൽ കയറി കഴിഞ്ഞിട്ട് മോനെ നീ TV കാണല്ലെന്ന് പറഞ്ഞ കാര്യം നടക്കൂ? നീ മൊബൈൽ 24 മണിക്കൂറും തോണ്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കൊച്ചുങ്ങളോട് മൊബൈൽ കാണല് കാര്യം നടക്കുവോ? പറ. ഇല്ല. നീ മാതൃക കാണിക്ക്. നിന്റെ ഹൃദയത്തിൽ വചനം ഇരിക്കട്ടെ. നിന്റെ അകത്ത് വചനമുണ്ടെങ്കിൽ നടക്കുമ്പോ, ഇരിക്കുമ്പോ, കിടക്കുമ്പോ, വീട്ടിലായിരിക്കുമ്പോ കുഞ്ഞുങ്ങളോട് വചനം ഉപദേശിക്ക. വചനത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരും. ഞങ്ങളുടെ ചർച്ചില് 28 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഈ പത്തനംതിട്ട ചർച്ചിൽ കുറെ പേരൊക്കെ ഇപ്പം പഠിച്ച് പല ഇതിലേക്ക് മാറി. ഈ വർഷം 3-4 പിള്ളേർ മാറും. എനിക്ക് എവിടെ പോയാലും കർത്താവിൻ്റെ കൃപയെ കുഞ്ഞുങ്ങൾ തരാറുണ്ട്. എനിക്ക് 4 കുഞ്ഞുങ്ങളാ, എൻ്റെ ബ്രദറിന് 4 കുഞ്ഞുങ്ങളാ. സ്തോത്രം. ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കർത്താവ് തരുന്നു. വേറെ ഒരു പുതിയതായിട്ട് വന്ന ഒരു ആൻറ്റി വിധവയാ. ആ സഹോദരിക്ക് 5 കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. ഞാൻ പോകുന്നവരെ എല്ലാം ബ്ലസ് ചെയ്ത് വിടാറുണ്ട്. കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ, സന്താന പുഷ്ടിയുള്ളവരായി വളരട്ടെ. സ്തോത്രം. അപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുങ്ങളോട് പറഞ്ഞു, 150 വാക്യം നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് എഴുതി കാണിച്ചാൽ 3000 രൂപ വെച്ച് വരുന്നു. എത്ര രൂപ എൻ്റെ പോയെന്നറിയാമോ നിങ്ങൾക്ക്? ചലഞ്ച് ഇങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾ കൊടുത്തു നോക്ക്. നമ്മുടെ കുഞ്ഞുങ്ങൾ കരുത്തന്മാരാകും. വചനത്തിൽ ആരോഗ്യമുള്ളവരാകണം. സ്തോത്രം. എവിടുന്ന് ചോദിച്ചാലും പറയത്തക്കവണ്ണം ദൈവമക്കൾ കരുത്തരാണ്. അപ്പം നമുക്ക് ഒന്നാമത് വേണ്ട ആരോഗ്യം ഏതാ? ആത്മാവിൽ ആരോഗ്യം. രണ്ടാമത് വചനത്തിൽ. ഇനി ഒരു വാക്യം കൂടെ വായിച്ചേ. തീത്തോസ് 1:13 വായിച്ചേ. തീത്തോസ് 1:13. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരേണ്ട. മൂന്നാമത് നമുക്ക് വേണ്ട ആരോഗ്യമാണ് വിശ്വാസത്തിൽ ആരോഗ്യം. വിശ്വാസത്തിൽ എല്ലാ ദിവസവും നമ്മൾ ശോധന ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. ഏതാണെന്നറിയോ? നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. പക്ഷെ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഏതാ? 2 കൊരിന്ത്യർ 13:5. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കി. ഇപ്പം കൃപയിലാണോന്ന്.
രാവിലെ ഇന്ന് കർത്താവ് വന്നാൽ പോകുമെന്നുള്ളവർ കൈവെക്കാൻ പറഞ്ഞപ്പോൾ 2 പേരെ പൊക്കിയുള്ളൂ. ബാക്കി മുഴുവൻ പോകത്തില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു. പിന്നെ കുറച്ച് പേര് ഇത്രയും പൊക്കിയിട്ടുണ്ട്. അതെനിക്ക് അറിയത്തില്ല, ഉഷ്ണവാനാണോ ശീതവാനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്തോത്രം. നമ്മൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നമ്മൾ ശോധന ചെയ്യണം. വിശ്വാസത്തിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ? ശിഷ്യന്മാർ 2 കാര്യമാണ് ദൈവത്തോട് ചോദിച്ച്. ഒന്ന്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. രണ്ടാമത് എന്താ ചോദിച്ചെന്നറിയോ? ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണം. അന്നേരം കർത്താവ് പറഞ്ഞു, ഈ കാട്ടത്തിയോട് പറഞ്ഞ് കടലിൽ പോയി നടപ്പെട്ട് കൊള്ളാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് കാട്ടത്തിയാന്ന് കൂട്ട്. ഞാൻ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തിൽ വേരോടെ പറയാൻ പറഞ്ഞു. ഇപ്പൊ എവിടെ നിൽക്കുക? കടലിൽ നിൽക്കുക അല്ലേ? കടലിൽ നിൽക്കുമല്ലേ? അതെ. ഏതെങ്കിലും വൃക്ഷം കടലിൽ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിൽക്കുവോ? ഇല്ല. പിന്നെ എന്താ ദൈവം അങ്ങനെ പറഞ്ഞേ? അതാണ് ബൈ ഫെയ്ത്ത്. ക്രിസ്തീയ ജീവിതം മുഴുവൻ ബൈ ഫെയ്ത്ത് കേട്ടോ. ഇനി കടല് സമ്മതിച്ചാലും കടലിലെ വെള്ളം ഏതാ? ഉപ്പ് എന്ത് ചെയ്യും? വേര് ദ്രവിപ്പിച്ച് കളയത്തില്ലേച്ചാ. അപ്പം ഉപ്പ് സമ്മതിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെ നിൽക്കുന്നത്? അതാണ് ബൈ ഫെയ്ത്ത്. ഇനി ഉപ്പ് സമ്മതിച്ചെന്ന് കൂട്ട്, കാറ്റ് സമ്മതിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെ നിൽക്കുന്നത്? ബൈ ഫെയ്ത്ത്. പിന്നെ കാറ്റ് സമ്മതിച്ചാലും തിര സമ്മതിക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെ നിൽക്കുന്നത്? ബൈ ഫെയ്ത്ത്. ക്രിസ്തീയ ജീവിതം മുഴുവൻ വിശ്വാസത്താലാണ്. നമ്മൾ ആരെങ്കിലും യേശുവിനെ കണ്ടിട്ടുണ്ടോ? പറ. ഇല്ല. പിന്നെ എങ്ങനെ അറിയാം യേശു ഉണ്ടെന്ന്? വിശ്വാസത്താൽ. സ്വർഗത്തിൽ നമ്മൾ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ടോ മോളെ? സ്വർഗം ഉണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയാം? കൊല്ലരുത് പാസ്റ്റർ എന്നാ പറയുന്നത്. സ്വർഗം ഉണ്ടോ? അമേരിക്ക ഉണ്ടോ? ഉണ്ടോ? നീ പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അറിയാം? കേട്ടിട്ടുണ്ട് ഇല്ലേ? ആമേൻ. ഇതാ, നമ്മൾ പോയിട്ടില്ല, പക്ഷെ നമുക്ക് അറിയാം. അതാണ് ബൈ ഫെയ്ത്ത്. സ്വർഗം ഉണ്ടെന്നുള്ളതും എനിക്കൊരു രക്ഷിതാവ് ഉണ്ടെന്നുള്ളതും എന്നെ ചേർക്കാൻ കർത്താവ് വരുമെന്നുള്ളതും എല്ലാം ക്രിസ്തീയ ജീവിതം വിശ്വാസത്താലാ. വിശ്വാസത്തിൽ ആരോഗ്യം വേണം നമുക്ക്. സ്തോത്രം. വർക്കി വെള്ളമടിച്ച് വഴി കിടന്നപ്പോൾ പാർശ്വ പറഞ്ഞു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല, വർക്കി വെള്ളമടിക്കരുത്. അപ്പൊ വർക്കി പറയാ, ഞാൻ സ്വർഗത്തിൽ പോകുന്നു. അപ്പൊ പാർശ്വക്ക് ഒരു സംശയം, വർക്കി നീ എങ്ങനെ സ്വർഗത്തിൽ പോകും? അപ്പൊ വർക്കി പറയാ, എൻ്റെ പെങ്ങള് ശോശാമ നന്നായി പ്രാർത്ഥിക്കുന്നവളാ. ഞാൻ എന്ന് വെള്ളമടിച്ച് വീട്ടിൽ ചെന്നാലും എൻ്റെ പെങ്ങള് പ്രാർത്ഥനയാണ്, കർത്താവേ നീ വരണം, എന്നെ ചേർക്കണം, കൊണ്ടുപോകണം. പക്ഷേ എൻ്റെ പെങ്ങള് ശോശാമയുടെ പ്രാർത്ഥന കേൾക്കും. അവളുടെ ആത്മമണവാളനായ യേശു അവളെ വേളി കഴിച്ചു കൊണ്ടുപോകും. പിന്നെ ഞാൻ ആരാ? പെങ്ങളെ യേശു വേളി കഴിച്ചു കൊണ്ടായ പിന്നെ ഞാൻ ആരാ? ഞാൻ അളീനൊപ്പം വേണേലും പെങ്ങളുടെ വീട്ടിൽ കയറാൻ പറ്റത്തില്ലേ? അപ്പൊ ചിലരുടെ വിചാരം പെങ്ങള് പോയാ കൂടെ പോകാമെന്നാ, ഭാര്യ പോയാ കൂടെ പോകാമെന്നാ. നോ, വ്യക്തിപരമാണ് ക്രിസ്തുവിലുള്ള വിശ്വാസം. ആരുടെയും കെയർ ഓഫ് പിടിച്ചു പോകാൻ പറ്റത്തില്ല. വിശ്വാസത്തിൽ നീ ആരോഗ്യപ്പെടണം. നീ കൃപയിലാണോ എന്ന് നീ ശോധന ചെയ്തോണം. സ്തോത്രം. നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ തെളിയിക്കട്ടെ? സിമ്പിളായിട്ട് പറയാം. ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവമാണ്, ഭൂതത്തിൻ്റെ കഠിനമായ ഉപദ്രവമാണ്, ദൈവം ഒന്ന് സൗഖ്യമാക്കി. കർത്താവ് മൈൻഡ് ചെയ്തോ? ഇല്ല. നിങ്ങളൊരു വിഷയം പാസ്റ്ററോട് വന്ന് പറഞ്ഞു, ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുമോ? മാറി എന്ന് പറയാം. പാസ്റ്ററെ പോലെ ഒരു അഹങ്കാരി ഇല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അതെ. പക്ഷെ അവള് പോയോ? അവൾ നേരെ ശിഷ്യന്മാരുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന്. അപ്പൊ യേശു പറഞ്ഞു, കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്, അല്ലാതെ അവളുടെ അടുക്കിലേക്കല്ല വന്നേ. അപ്പൊ അവളുടെ അപേക്ഷ നിരസിച്ചു. എന്നിട്ട് അവൾ പോയോ? നമ്മളാണ് എപ്പം പോയെന്ന് IPC വിട്ട് ഷാരോൻ കയറി ചർച്ചോ കൂടി ചാടിയാണ്. അവൾ പോയോ? അവൾ പോയില്ല. അവൾ വീണ്ടും യേശുവിൻ്റെ അടുക്കൽ വന്നു. അപ്പം കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പം ആയിക്കോട്ടെ, കളിയാക്കി. അവൾ പോയോ? അപ്പൊ അവള് വിശ്വാസം പറയാ, കർത്താവേ ഉടയവന്റെ മേശ നിന്ന് വീഴുന്ന അപ്പം നുറുക്കൊണ്ടാ ജീവിക്കുന്നത്. എത്ര നിന്ദിക്കപ്പെട്ടിട്ടും, എത്ര അവഗണിക്കപ്പെട്ടിട്ടും, എത്ര അപമാനമേൽക്കപ്പെട്ടിട്ടും അവൾ പെന്തക്കോസ് വിട്ടില്ല.
അവൾ അവൾക്കറിയാം ദൈവം ഇടപെടുമെന്ന്. അന്നേരം ദൈവം പറയാ, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയ വിശ്വാസം കേട്ടോ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ സെക്കൻഡ് സൗഖ്യം നടന്നു. ദൈവമക്കളെ, ഇവിടെ അപമാനമുണ്ട്, നിന്ദയുണ്ട്, പരിഹാസമുണ്ട്. ഇട്ടെറിഞ്ഞിട്ട് പോകരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നിടം വരെ നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്ക. സ്തോത്രം. അപ്പൊ വിശ്വാസത്തിൽ എന്തു വേണം? ആരോഗ്യം വേണം. സ്തോത്രം. ഇത് ഞാൻ ഇത്രയും, നമ്മുടെ ഗായോസ് ആട്ടോ സബ്ജക്റ്റ്, ഗായോസിന്റെ വിഷയം വരുന്നേ ഉള്ളൂ. ഹുഗിയാമീൻ എന്ന വിഷയം നമ്മൾ തൊട്ടേ. ആത്മാവിൽ ആരോഗ്യപ്പെടുക, വചനത്തിൽ ആരോഗ്യപ്പെടുക, വിശ്വാസത്തിൽ ആരോഗ്യപ്പെടുക. ദൈവമക്കൾ, യേശുവിൻ്റെ കാലഘട്ടത്തിലെല്ലാം ഗുരുകുല സമ്പ്രദായമായിരുന്നു. ഗുരുകുല സമ്പ്രദായം. പ്രധാന ഗുരുക്കന്മാർ, ഒന്ന് രണ്ട് ഗുരുകുലത്തിന്റെ പേര് പറയാവോ? നമ്മുടെ നാട്ടിലെ ഗുരുകുലത്തിന്റെ പേര് പറയാവോ? നളന്ദ, തക്ഷശില ഒക്കെ കേട്ടിട്ടില്ലേ? ഗുരുകുലങ്ങളായിരുന്നു പണ്ട്. ഗുരുവിന്റെ കീഴിലിരുന്ന് പഠിക്കുന്ന. യേശുവിന്റെ കാലഘട്ടത്തിലും ഗുരുക്കന്മാർ ഒത്തിരി ഉണ്ട്. പ്രധാന ഗുരുക്കന്മാരാണ് ഗമാലിയേൽ, ഷമ്മായി, ഹില്ലേൽ, എല്ലാം ഗുരുക്കന്മാരാ. അവര് പഠിപ്പിക്കുന്ന ന്യായപ്രമാണം, അല്ലെങ്കിൽ പാരമ്പര്യം, അല്ലെങ്കിൽ വംശാവലി, ഇതൊക്കെ അവർ പാരമ്പര്യത്തിന്റെ പുറകെ അവര്. മനസ്സിലാവുന്നുണ്ടോ? യഹൂദന്മാരുടെ പാരമ്പര്യം ഭയങ്കരവാ, വംശാവലി ഭയങ്കരവാ, അതാ പഠിപ്പിക്കുന്നേ. പക്ഷെ യേശു അങ്ങനെയല്ലായിരുന്നു. യേശു അന്നേരം ഗുരുവായി വന്നു. യേശു സമൂഹത്തിൽ ഏറ്റവും താഴെ അനുഭവത്തിലുള്ളവരെ സെലക്ട് ചെയ്തു. സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരെ സെലക്ട് ചെയ്തു. എന്നിട്ടോ യേശു അവരെ പഠിപ്പിച്ചത് എന്താ? വംശാവലിയാ? പാരമ്പര്യമാണോ? അല്ല. മുക്കുവന്മാരെയും ചുങ്കക്കാരെയും ആമിയൊക്കെ കർത്താവ് സെലക്ട് ചെയ്തിട്ട് യേശു പഠിപ്പിച്ചത് 3 കാര്യമാണ്. ഒന്ന്, അവരെ 3.5 വർഷം കൂടെ നടത്തി വചനം പഠിപ്പിച്ചു. അവർക്ക് ഒരു ഉപമ പോലും അറിയത്തില്ല ശരിക്കും. ഓരോ ഉപമയും പൊരുള് തിരിച്ച് യേശു പഠിപ്പിച്ചു. അപ്പൊ ശിഷ്യന്മാർക്ക് ഒന്നാമത് ദൈവം എന്തു കൊടുത്തു? വചനം പഠിപ്പിച്ച് വചനത്തിൽ തികവുള്ളവരാക്കി. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? 2, ശിഷ്യന്മാർക്ക് എന്തു കൊടുത്തു? പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി. എന്നിട്ട് പറയുക, ഞാൻ പോകും, ഒരു കാര്യസ്ഥൻ നിങ്ങൾക്ക് വേണ്ടി വരും, കാത്തിരുന്ന് പ്രാപിച്ചോണം. അഭിഷേകം കൊണ്ട് അവരെ നിറച്ചു. അപ്പൊ രണ്ടാമത് എന്താ കൊടുത്തേ? പറ. അഭിഷേകം. മൂന്നാമത് അവർക്ക് എന്താ കൊടുത്തേ? അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു. ഓരോ അത്ഭുതം നടക്കുന്ന എന്തിനാ? 36 അത്ഭുതമുണ്ട് പുതിയ നിയമത്തിൽ. ഈ 36 അത്ഭുതം നടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ അടി വായിച്ചോണം. ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പൊ ശിഷ്യന്മാർക്ക് എന്താ കൊടുത്തേ? വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം. അപ്പൊ ശിഷ്യന്മാർക്ക് ആർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തതായിട്ടുണ്ടോ? പറ. വീട് വെച്ച് കൊടുത്തോ? സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവരല്ലേ, മുക്കുവന്മാരല്ലേ. അപ്പൊ അവർക്ക് വീടില്ലാത്തവര് കാണത്തില്ലേ? ആർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തോ? ആർക്കെങ്കിലും സ്ഥലം മേടിച്ചു കൊടുത്തോ? ഇതല്ല കർത്താവ് കൊടുത്തത്. ദൈവം അവർക്ക് കൊടുത്തത് വചനം, വിശ്വാസം, അഭിഷേകം. ഒന്ന് പറഞ്ഞേ, വചനം, വിശ്വാസം, അഭിഷേകം. ഇത് 3 കൊടുത്തു. പക്ഷെ മറ്റ് ഗുരുക്കന്മാരുടെ കീഴിൽ നിന്നവർ ലോകം അറിഞ്ഞിട്ടില്ല. വചനം കിട്ടിയവർ, അഭിഷേകം കിട്ടിയവർ, വിശ്വാസം കിട്ടിയവർ ലോകം മുഴുവൻ കീഴ്മേൽ മറിക്കുന്നവരായി. ഇന്ന് രാത്രി ആത്മാവ് നിന്നോട് സംസാരിക്കുക. നിനക്ക് അഭിഷേകമുണ്ടോ? നിനക്ക് വചനമുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ? ദേശങ്ങൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും. സ്തോത്രം. ബാക്കിയൊക്കെ പുറകെ വരും. പക്ഷെ ഇത് 3 മതി. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. സ്തോത്രം. ഓടിപ്പോകുന്നുണ്ട്. ഇത് പുതിയ നിയമ ശുശ്രൂഷകന്മാർക്ക് കൊടുത്തതാ. പഴയ നിയമ ശുശ്രൂഷകന്മാർക്കും ഇത് തന്നെയാ. പഴയ നിയമത്തിൽ ശുശ്രൂഷയുള്ള ഗോത്രം ഏതാ? ലേവി ഗോത്രം. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ എത്ര വർഷം നടന്നു? 40 വർഷം. എത്ര വർഷം ദൈവം അവർക്ക് ആഹാരം കൊടുത്തു? 39 വർഷവും 11 മാസവും. എത്ര വട്ടം കൂടാരം മാറ്റിയടിച്ചു? 41 വട്ടം. മേഘം പൊങ്ങുമ്പോൾ എന്ത് ചെയ്യണം? കൂടാരം മാറ്റിയടിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം മരുഭൂമിയിൽ ശുശ്രൂഷയുള്ള ഗോത്രം ഏതാ? ലേവി ഗോത്രം. ലേവ്യർക്ക് 3 മക്കളുണ്ട്. പേര് പറയാവോ? ഗ്രഹാം സ്റ്റൈലോ? ആരാ? എന്റെ കർത്താവേ, ഞാൻ കീഴ്ക്കുഴൂർ സഭയെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചോട്ടോ. ലേവ്യരുടെ 3 മക്കൾ. വാ, എണീറ്റ് വാ, 3 പേര് ഇങ്ങോട്ട് വാ. പാടാ ഇങ്ങോട്ട്.
ചാടി വാ, എടാ എണീക്കടാ ഇങ്ങോട്ട് വാ. 3 പേര് ഇതാ 3 പേര് കേട്ടോ. ഒന്നാമത്തെ ആളുടെ പേര് ഗർശോന്യർ. ഒന്ന് പറഞ്ഞേ, ഗർശോന്യർ പറഞ്ഞേ. രണ്ടാമത്തെ ആള് മെരാര്യർ പറ. മൂന്നാമത്തെ ആള് കെഹാത്യർ. മറക്കുവോ? ഗർശോന്യർ. മോന്റെ പേരെന്താ? റയാൻ അല്ലടാ, ഗർശോന്യർ. പിന്നെ മെരാര്യർ മാറ്റരുത്. കെഹാത്യർ. ഇതാ 3 പേര് പഴയ നിയമ ശുശ്രൂഷകന്മാരാ, പാസ്റ്റർമാരാ. പഴയ നിയമത്തില് സംഖ്യാപുസ്തകം 7-ാം അധ്യായം പഠിച്ചാൽ മതി കേട്ടോ, അതിൻ്റെ ഉള്ളിലുണ്ട്. ഇവരാണ് മേഘം പൊങ്ങുമ്പോൾ സഭ പൊളിക്കുകയും സഭ പൊളിച്ചേക്കല്ലോ കേട്ടോ, സഭ പൊളിക്കുകയും സഭ പണിയുകയും ചെയ്യുന്നത് ഇവർ 3 പേരും പഴയ നിയമ ശുശ്രൂഷകന്മാരാ. ഓക്കെ. അപ്പൊ ഇവരുടെ ശുശ്രൂഷ എന്താണെന്നറിയോ? സമാഗമന കൂടാരം ടാബർനാക്കൾ പണിതിരിക്കുന്നത് തഹശുതോല് കൊണ്ടാ. എന്തുകൊണ്ടാ? ടാർപ്പ കണ്ടിട്ടില്ലേ? ടാർപ്പ അതുപോലെ ഇരിക്കും. തഹശു ഒരു മൃഗത്തിന്റെ തോലാണ്. അതുകൊണ്ടാണ് ചർച്ച് പണിതേക്കുന്നത്. ഇത് പെന്തക്കോസിന് നിഴല. പെന്തക്കോസ് എങ്ങനെയാണെന്നറിയോ? ഇത് പുറമേ നോക്കിയാൽ ഒരു ഭംഗിയില്ല, അകത്ത് വന്നാലേ ഭംഗിയുള്ളൂ. അകത്ത് നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പഞ്ഞിനൂല്, ഭയങ്കര ഭംഗിയാ സമാഗമന കൂടാരത്തിന് ഉള്ള. പക്ഷെ പുറമേ കറുത്ത ഒരു ടാർപ്പയാ. മനസ്സിലായോ? ഇത് പെന്തക്കോസിന് നിഴലാണെന്ന് പറയാൻ കാരണം, പുറമേ നിന്നുള്ളവരോട് ചോദിച്ചേ കാക്കക്കൂട്ടി കല്ലെറിഞ്ഞ പോലെ ബഹളം ഇവിടെ. പക്ഷെ അകത്ത് വന്ന നമുക്ക് അങ്ങനെയാണോ? ആണോ? ഇതിന്റെ അകത്ത് വന്നവരെ ഇതിന്റെ മാധുര്യം അറിയത്തുള്ളൂ, പുറത്തുള്ളവർക്ക് അത് അറിയത്തില്ല. അപ്പൊ ഇതെല്ലാം കൂടെ മേഘം പൊങ്ങുമ്പോൾ ചുരുട്ടിയെടുത്ത് ചുമക്കുന്ന ഡ്യൂട്ടിയാണ് ഗർശോന്യർക്കുള്ളത്. മെരാരിന്റെ ഡ്യൂട്ടി അതല്ല. സമാഗമന കൂടാരം പണിതിരിക്കുന്ന 66 തൂണുകളും കൊളുത്തുകളും അത്തഴങ്ങളും പലകകളും കൊണ്ടാണ്, വെള്ളിച്ചുവടുകൾ കൊണ്ടാണ്. ഇതെല്ലാം കൂടെ മേഘം പൊങ്ങുമ്പോൾ ചുമക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? പാസ്റ്റർ എന്ത് വേണേലും വെച്ചോളാനാ പറയുന്നത്, മെരാര്യർക്കുള്ളത്. പക്ഷെ കെഹാത്തിന്റെ ഡ്യൂട്ടി അതല്ല. സമാഗമന കൂടാരത്തെ പ്രാകാരം, പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ യാഗപീഠം, താമ്രത്തൊട്ടി. പരിശുദ്ധ സ്ഥലത്ത് തങ്ക നിലവിളക്ക്, ധൂപക്കുറ്റി, കാഴ്ചയപ്പത്തിന്റെ മേശ. അതിപരിശുദ്ധ സ്ഥലത്ത് അഭിഷേകത്തിന്റെ പെട്ടകം, കെരൂബ്, വർഷത്തിൽ ഒരിക്കൽ കടന്നു പോകുന്ന മഹാപുരോഹിതന്റെ വസ്ത്രം. ഇതെല്ലാം വിശുദ്ധ ഉപകരണങ്ങളാണ്, അതിവിശുദ്ധമായ ഉപകരണങ്ങളാണ്. ഇതെല്ലാം ചുമക്കുന്ന ഡ്യൂട്ടിയാണ് കെഹാത്യർക്കുള്ളത്. ഓക്കെ. ഇവര് പാസ്റ്റേഴ്സ് ഇത് ചുമക്കണം, വിശ്വാസികൾ കൈയും വീശി നടക്കണം. അതാ ശരിക്കും പഴയ നിയമത്തിൽ. നല്ല വിശ്വാസികളാണ് എന്തോ പറയും, ഇവരിത് ചുമക്കുമ്പോൾ, മേഘം പൊങ്ങുമ്പോൾ ഇത് ചുമക്കുക, ഇവരിതെല്ലാം ചുമന്നോണ്ട് നടക്കണം, നിങ്ങൾ കൈയും വീശി നടക്കണം. നല്ല വിശ്വാസിയാണ് എന്തോ പറയും, സഹായിക്കാന്ന് പറയും. പക്ഷെ പുറകിലൊക്കെ ഇരിക്കുന്നവർ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന മൊത്തം പാർശ്വം കൊണ്ട് ചുമപ്പിക്കുന്ന ലക്ഷണമാണ്. നല്ല വിശ്വാസിയാണെങ്കിൽ പറയും പാർശ്വം ചുമക്കണ്ട, ഇങ്ങോട്ട് വെച്ചോ, ഞങ്ങൾ ചുമക്കും. പക്ഷെ പഴയ നിയമത്തിലൊരു വ്യവസ്ഥയുണ്ട്, ആരെങ്കിലും ഈ വിശുദ്ധ ഉപകരണങ്ങളെ തൊട്ടവനെ ദൈവം എന്ത് ചെയ്യും? തട്ടും. അതാണ് പഴയ നിയമ പ്രമാണം. അങ്ങനെയാ. പക്ഷെ ദൈവദാസന്മാർ ചുമക്കേണ്ടത് ദൈവദാസന്മാർ ചുമക്കണം, ദൈവമക്കൾ ചുമക്കേണ്ടത് ദൈവമക്കൾ അതാണ് പ്രമാണം. പക്ഷേ ഇവരിങ്ങനെ ചുമക്കുന്ന കണ്ടപ്പോൾ ഒരു തീരുമാനമെടുത്തു. വിശ്വാസികൾ, പ്രഭുക്കന്മാർ, 12 ഗോത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന 12 പ്രഭുക്കന്മാർ മോശയോട് കാര്യം പറഞ്ഞു, നമുക്ക് ഇവർക്ക് വണ്ടി മേടിച്ചു കൊടുക്കാം. എന്ത് മേടിച്ചു കൊടുക്കാം? പോപ്പോ വണ്ടിയല്ല, കാളവണ്ടി. സഭയ്ക്ക് സ്പോൺസർ സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിലുണ്ട്. അപ്പം അങ്ങനെ മോശ പറഞ്ഞു, ദൈവഹിതം പോലെ ചെയ്തോളം പറഞ്ഞു. അങ്ങനെ മോശയുടെ അഭിപ്രായ പ്രകാരം അങ്ങനെ മേടിച്ചു. സഭയ്ക്ക് വഴിപാടായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം 12 പ്രഭുക്കന്മാർ ചേർന്ന് 6 വണ്ടിയും 12 കാളയും സഭയ്ക്ക് കൊടുത്തു. കണ്ടോ? അപ്പൊ ഇത് വീതം വെച്ച് കൊടുക്കാനാ നിങ്ങളെ വിളിച്ചേക്കുന്നത്. സന്തോഷം ഇല്ലേടാ വീതം. അപ്പൊ ആദ്യം വിളിച്ചത് ഗർശോന്യരെയാ. എന്നിട്ട് പറഞ്ഞു, നീ ഇനി തഹശുതോല് തലയിൽ ചുമക്കണ്ട, വണ്ടിയെ ചുമന്നോളാൻ എന്ന് പറഞ്ഞിട്ട് മോശ വീതം വെക്കുന്നത്. ഇങ്ങനെ 3 പേരെ സമാഗമന കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മോശ നിർത്തി. എന്നിട്ട് വീതം വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഗർശോനോട് പറഞ്ഞു, നീ തഹശുതോല് ചുമക്കേണ്ട, വണ്ടിയെ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞ് 2 വണ്ടിയും 4 കാളയും കൊടുത്തു. ചെലവ് ചെയ്യണം കേട്ടോ, അവിടെ പോയിരുന്നു. 2 വണ്ടിയും 4 കാളയും കൊടുത്തു, അവന് കിട്ടി. ഓക്കെ. അടുത്തത് മെരാരിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പലകകളും കൊളുത്തുകളും അത്തരങ്ങളും എല്ലാം നീ ചുമക്കണ്ടേ, കട്ടിപ്പണിയാ. ഇതും പെന്തക്കോസിന് നിഴല കേട്ടോ, ഒക്കെ പഠിപ്പിക്കേണ്ട വിഷയങ്ങളാ. 66 പലകകൾ ഒന്നൊന്നിനോട് ചേർന്നിരിക്കണം, ചേർന്നിരുന്നില്ലെങ്കിൽ മലനാരണ്യമാ.
ഗൾഫിൽ ജീവിച്ചിട്ടുള്ളവർക്കറിയാം, ഒറ്റ കാറ്റടിച്ചാൽ മതി എല്ലാ മണലും അകത്ത് കയറും. അതിന് ചേർന്നിരുന്നോണം. ദൈവമക്കൾ ഐക്യതയുള്ളതായിരിക്കണം, ഇല്ലെങ്കിൽ സഭയ്ക്കകത്ത് എല്ലാ ഐറ്റവും കയറും. സ്തോത്രം. അപ്പം ഇതെല്ലാം ചുമക്കുന്ന ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? മെരാരിയർക്ക്. അപ്പം മെരാരിയരോട് പറഞ്ഞു, നാളെ തൊട്ട് നീ തലയിൽ ചുമക്കണ്ട എന്ന് പറഞ്ഞ് 4 വണ്ടിയും 8 കാളയും കൊടുത്തു, മെരാരിയർക്ക് കൊടുത്തു. ഇനി എത്ര വണ്ടിയുണ്ട്? സ്കൂളിൽ വിട്ട സമയത്ത് റബ്ബർക്കായും പറക്കി നടന്ന വല്ല അറിയാം. മൊത്തം എത്ര വണ്ടിയാണ് ഉള്ളത്? 12. 6 വണ്ടിയും 12 കാളയും. 6 വണ്ടി. അതിൽ 2 വണ്ടി അവിടെ കൊടുത്തു, 4 വണ്ടി അവനും കൊടുത്തു. ഇനി വണ്ടിയുണ്ടോ? വണ്ടിയില്ല. കെഹാത്തിനോട് പറഞ്ഞു, വണ്ടിയില്ല, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല കേട്ടോ, മോശ പറഞ്ഞതാ. പോയിരുന്നു. അല്ല, ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പഠിപ്പിക്കാൻ അവനെ നിർത്തി. അവനൊരു ശുശ്രൂഷകനായിരിക്കും ഭാവിയിൽ. നമ്മളോട് ഇങ്ങനെ ചെയ്താൽ നമ്മൾ നിശ്ചയമായിട്ടും പിറുപിറുക്കും. ഈ പാർശ്വ വിളിച്ചു നിർത്തി അപമാനിക്കേണ്ടെന്നെങ്കിലും പറയും. പക്ഷെ മോശ ഇങ്ങനെ പിടിച്ചു നിർത്തി വീതം വെച്ചു കൊടുത്തിട്ടും കെഹാത്യൻ പിറുപിറുപ്പില്ലാതെ പോയി. അവരെല്ലാം മാനിക്കപ്പെട്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പെന്തക്കോസിൽ വന്നിട്ട് ചിലർ മാനിക്കപ്പെട്ടു, അവർക്ക് വണ്ടി സൗകര്യങ്ങളെല്ലാമായി. നിനക്കിതുവരെ ഒന്നും ആയില്ലേ? നീ ഭാരപ്പെടണ്ട. അവരെ വിളിച്ച ദൈവം തന്നെയാണ് നിന്നെയും വിളിച്ചേ. നിന്നെ ഉയർത്തുന്ന ഒരു ദിവസം ഉണ്ടെന്ന് നീ ആദ്യം തിരിച്ചറിയണം. സ്തോത്രം. പിറ്റേ ദിവസം മേഘം പൊങ്ങിയപ്പോൾ 2 വണ്ടിയുള്ളവൻ വണ്ടിക്കുള്ളിൽ തലശോല് കയറ്റി, 4 വണ്ടിയുള്ളവൻ പലകൾ വണ്ടിക്കകത്ത് കയറ്റി. പക്ഷെ കെഹാത്തിന് അങ്ങനെയല്ല. അവൻ വിശുദ്ധ ഉപകരണമാണ്, അഭിഷേകത്തിന്റെ പെട്ടകമാ ചുമക്കണ്ടേ. പെട്ടകം ചുമക്കുമ്പോൾ തോളി ചുമക്കണം. മണലാരിണ്യം, ചുട്ടുപൊള്ളുന്ന മണലാരിണ്യമാ. ചെരിപ്പിടാതെ ചുട്ടുപൊള്ളുന്ന മണലാരിണ്യത്തിൽ ഉള്ളങ്കാൽ ചവിട്ടി പെട്ടകം തോളി ചുമന്ന് നടക്കണം. മനസ്സിലായോ? അപ്പൊ അവൻ പിറുപിറുപ്പില്ലാതെ പെട്ടകം തോളിൽ വെച്ചു. ദീർഘവർഷം അവരെല്ലാ സൗകര്യങ്ങളായി അവര് വണ്ടിക്കകത്ത് കയറ്റി വണ്ടി തെളിച്ചു പോകും. ഇവൻ മാത്രം പെട്ടകം ചുമക്കുക, കെഹാത്യൻ. സ്തോത്രം. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ മോശ മരിച്ചു. പിന്നെ നേതൃത്വ നിരയിൽ വന്നത് ആരാ? യോശുവ, അല്ലേ? യോശുവ നേതൃത്വ നിരയിൽ വന്നപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്താ? ജോർദാൻ, മരണ ജോർദാൻ, അല്ലേ? മരണ ജോർദാൻ മുമ്പിൽ വന്നപ്പോൾ യോശുവ ചോദിച്ചു, കർത്താവേ, ഈ ജോർദാൻ എങ്ങനെ പിളർക്കും? അപ്പം ദൈവം എന്നാ പറഞ്ഞെന്നറിയോ? വണ്ടിയും വെള്ളവും ഒക്കെ ഉള്ളവൻ 2000 മുഴം അകലത്തിൽ മാറി നിന്നോണം. അഭിഷേകം ചുമക്കുന്ന ഒരുത്തനുണ്ട്, അവന്റെ ഉള്ളങ്കാൽ തൊട്ടാൽ ജോർദാൻ 2ആയി പിളർന്നു മാറും. ഇന്ന് രാത്രി ദൈവാത്മാവ നിങ്ങളോട് സംസാരിക്കുന്നേ. വണ്ടിയിലല്ല പെന്തക്കോസിൽ കാര്യം, സമ്പത്തിലല്ല കാര്യം. നീ ചുമക്കുന്നത് അഭിഷേകമാണെങ്കിൽ നിന്റെ മുമ്പിൽ മരണ ജോർദാൻ വഴിമാറും. ഹല്ലേലൂയ. സമ്പത്തുള്ളവനും ഇതൊന്നുമല്ല സഭയിൽ മുമ്പിൽ വരേണ്ടത്. സഭയിൽ മുമ്പിൽ വരേണ്ടത് അഭിഷേകമുള്ളവനാ. അഭിഷേകമുള്ളവൻ മുമ്പിൽ വന്നു, അവന്റെ കാല് തൊട്ടു. ആ സെക്കൻഡ് ജോർദാൻ പിളർന്നു. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചില മേലൊഴുക്കുകൾ ഉണ്ടല്ലോ നിന്റെ കുടുംബത്തിൽ. ചില കരിങ്കൊടി കെട്ടാൻ വാദിക്കുന്ന ചില മേലൊഴുക്കുകൾ ഇന്ന് രാത്രി നീ അഭിഷേകത്താ നിറഞ്ഞ ചിലതിന്റെ മേലൊഴുക്കുകളെ ദൈവം വഴിമാറ്റും. ഹല്ലേലൂയ. ഇനി ഇവൻ ചുമക്കുന്നത് അഭിഷേകത്തിന്റെ പെട്ടകമാണ്. എന്താ പറയാൻ കാരണം എന്നറിയോ? ഒന്ന്, ഈ കെരൂബുകളുടെ നടുവിലാണ് അഭിഷേകം ഇറങ്ങുന്നത്, തിരുസാന്നിധ്യം ഇറങ്ങുന്നത്. അപ്പൊ ചുമക്കുന്നത് ഒന്നെന്താ? തോളിൽ ചുമക്കുന്ന എന്തൊന്നിതാ? അഭിഷേകം, അല്ലേ? 2, ഈ പെട്ടകം നിങ്ങൾ നോക്കിക്കേ. ഈ പെട്ടകത്തിന്റെ അകത്ത് എന്താ ഉള്ളേ? മഞ്ഞ ഉണ്ട്, എന്നാലും ഒന്നുകൂടെ നോക്കിക്കേ. ചുമ്മാ ഒന്ന് നോക്ക് പെട്ടകത്തിനുള്ളിൽ. എന്നെ നോക്കാനല്ലേ, പെട്ടകത്തിൽ നോക്കിക്കേ. 40 രാവും 40 പകലും മോശ ഉപവാസം ഇരുന്നപ്പോ എന്താ കൊടുത്തേ? വചനമല്ലേ, കൽപ്പലക. ആ വചനം എവിടെയാ വെച്ചേക്കുന്നേ? ഈ പെട്ടകത്തിനുള്ളിൽ, അല്ലേ? അപ്പൊ 2ാമത് ചുമക്കുന്ന എന്താ? വചനം, അല്ലേ? 1ാമത് ചുമക്കുന്ന ഏതാ? അഭിഷേകം. 2ാമത് ചുമക്കുന്ന ഏതാ? വചനം. ഇനി 3ാമത് മന്ന. മന്ന എന്തിനെ കാണിക്കുക? വിതയില്ല കൊയ്ത്തില്ലാത്തടുത്ത് വഴി നടത്തിയില്ലേ? വിശ്വാസ ജീവിതമാ, അല്ലേ? വിശ്വാസത്തെ കാണിക്കുന്ന മന്ന. ഇത് ഒരു ദിവസം കഴിഞ്ഞാൽ ക്രമിക്കിരയാകും. ശബത്തിൽ 2 ദിവസം ഇരിക്കും. പക്ഷെ 40 വർഷവും ഈ പെട്ടകത്തിന്റെ അകത്ത് ഇരിക്കുന്നതിന്റെ കാരണം വിശ്വാസമാണ്, ദൈവ സാന്നിധ്യമാണ്. ഇനി സൂക്ഷിച്ചു നോക്കിക്കേ. അഹരോന്റെ വടി എവിടെ ഇരിക്കുന്നേ?
ഒറ്റ രാത്രി കൊണ്ട് തളിർത്ത് പൂത്ത് ഫലം കായ്ച്ച വടിയാ. സാധാരണ ബദാം പൂക്കണമെങ്കിൽ 12 വർഷം വേണം. 12 വർഷം കൊണ്ട് നടക്കേണ്ടത് വിശ്വാസത്താൽ ഒറ്റ രാത്രി കൊണ്ട് തളിർത്ത് പൂത്ത് ഫലം കായ്ച്ച വടി ഈ പെട്ടകത്തിലായിരിക്കുന്നത്. അപ്പൊ മൂന്നാമത് എന്തുണ്ട്? വിശ്വാസം. പറ, വിശ്വാസം. അപ്പൊ 1 അഭിഷേകം, 2 വചനം, 3 വിശ്വാസം. ആരാ ചുമക്കുന്നേ? കഹാത്യൻ, പഴയ നിയമ ശുശ്രൂഷകൻ. ഇത് 3 ചുമക്കുന്നവന്റെ മുമ്പിൽ എന്ത് നിൽക്കത്തില്ല? യോർദാൻ നിൽക്കത്തില്ലെന്ന്. നിനക്ക് വചനമുണ്ടോ? നിനക്ക് അഭിഷേകമുണ്ടോ? നിനക്ക് വിശ്വാസമുണ്ടോ? നിന്റെ മുമ്പിൽ യോർദാൻ നിൽക്കത്തില്ല കേട്ടോ. അർത്ഥം ഘടകം പടയും പോരും വേദം ഘടകം ഷൈഡം പടകം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വചനമില്ലേ? നിങ്ങൾക്ക് അഭിഷേകമില്ലേ? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ചെറിയ ജോർദാൻ മതി, നിങ്ങൾ തകർന്നു പോകും. പണം കൊണ്ടൊന്നും ഒരു സ്ഥലവും എത്താൻ പറ്റത്തില്ല. വിദ്യാഭ്യാസം കൊണ്ട് ഒരു സ്ഥലത്തും എത്താൻ പറ്റത്തില്ല. നിന്റെ മുമ്പിൽ കരകവിയുന്ന ജീവിത പ്രതിസന്ധികളിൽ നിനക്ക് ജയിക്കാൻ അഭിഷേകം വേണം, നിനക്ക് വചനം വേണം, നിനക്ക് വിശ്വാസം വേണം. കരമടിച്ച് സ്തോത്രം ചെയ്ത് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാ മാതാപിതാക്കളോട് ഞാൻ പറയുന്നത്, അവർ അഭിഷേകം പ്രാപിക്കട്ടെ, അവർ വചനത്തിൽ നിറയട്ടെ, അവർ വിശ്വാസമുള്ളവരായി തീരട്ടെ. ബൈബിളിനുള്ളിൽ 4 വട്ടം പറഞ്ഞേക്കുന്ന ഒരു വാക്യം എന്താണെന്നറിയാമോ? 4 വട്ടം പറഞ്ഞേക്കുന്ന വാക്യം എൻ്റെ ആത്മീയ ഗുരു എനിക്ക് തന്ന വചനമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. 4 വട്ടം എടുത്തു പറഞ്ഞത്. എൻ്റെ അനുഭവങ്ങളൊക്കെ 100 കണക്കിന് വിധത്തിൽ ദൈവം എന്നെ നടത്തിയ വിധങ്ങളൊക്കെ പറയണം. ഇന്ന് ശുശ്രൂഷിക്കുന്ന വിനിലിനെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. പക്ഷെ കടന്നു വന്ന പാതകളും അനുഭവിച്ച കഷ്ടതകളും ചെറുതല്ലായിരുന്നു. സ്തോത്രം. അപ്പം അതുകൊണ്ട് പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുക. ശുഭം, അതിൻ്റെ ഗ്രീക്ക് ഹുഗിയ മീൻ, അതിൻ്റെ അർത്ഥം ആരോഗ്യപ്പെടുക, ആത്മാവിൽ ആരോഗ്യപ്പെടുക, ആരോഗ്യമുള്ളവരാകുക. സ്തോത്രം. ശുഭമായും. സുഖം എന്ന വാക്കിന് യുഡോഭോ എന്ന പദമാണ്. അതിൻ്റെ അർത്ഥം അഭിവൃദ്ധിപ്പെടുക എന്നാണ്. അഭിവൃദ്ധിപ്പെടുക. അപ്പൊ ഗായോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഗായോസിന് രണ്ടാമത് വേണ്ട അനുഗ്രഹം ഏതാ? അഭിവൃദ്ധി. മനസ്സിലായോ? ഒന്നാമത് വേണ്ട അനുഗ്രഹം ഏതാ? ആത്മീയ അനുഗ്രഹം. രണ്ടാമത് വേണ്ട അനുഗ്രഹം ഏതാ? ഭൗതിക അനുഗ്രഹം, അഭിവൃദ്ധി. ഹലോ. കാരണം അതിഥി സൽക്കാരം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ജോർജ് കുട്ടി വേണ്ടേ? എല്ലാ സഭയ്ക്കും ചെയ്യണ്ടേ? ചിരിച്ചു കാണിച്ച കാര്യം നടക്കുമോ? ഇല്ല. അപ്പൊ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പൊ അഭിവൃദ്ധി വേണം. അപ്പൊ ഗായോസേ, നീ ഒന്നാമത് ആത്മീയത്തിൽ അനുഗ്രഹിക്കപ്പെട്, രണ്ടാമത് നീ ഭൗതികത്തിൽ അഭിവൃദ്ധിപ്പെട്. ദൈവമക്കൾ ഓർത്തോണം, നമുക്ക് അഭിവൃദ്ധി ഇല്ലെന്നല്ല. നീ ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ഒന്നാമത് നീ ആത്മീയത്തിന് പ്രാധാന്യം കൊടുത്താൽ, രണ്ടാമത് നിന്നെ അഭിവൃദ്ധിയോളം നടത്തുന്ന ഒരു ദൈവം നിനക്കൊണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അഭിവൃദ്ധിപ്പെടാൻ ഒറ്റ വചനം ബൈബിളിൽ എഴുതിയേക്കുന്നത് എന്നാന്നറിയോ? ഇയ്യോബിന്റെ പുസ്തകം 22:23, സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധിപ്പെടും. യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? റിട്ടേൺ, ദൈവത്തിങ്കിലേക്ക് തിരിയുക. തിരിയുന്നതാണ് ഉപവാസം. മടങ്ങി വരിക. മടങ്ങി വന്നാൽ നിനക്കൊരു അഭിവൃദ്ധിയുണ്ട്. ശൗലിന്റെ ഗ്രഹം നാൾക്ക് നാൾ ക്ഷയിച്ചു വന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്ന ദാവീദിന്റെ ഗ്രഹം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെട്ടു വന്നു. അബീനാദാമിന്റെ ഭവനത്തിൽ 20 വർഷം പെട്ടകം വരുന്നു, ഒരു കാര്യവുമില്ല. ഒബേദെദോമിന്റെ ഭവനത്തിൽ 3 മാസം ചുമക്കേണ്ട രീതി ചുമന്നപ്പോൾ അവൻ അഭിവൃദ്ധിയിലേക്ക് വന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാം, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ കൊടുക്ക്. ഫസ്റ്റ് പ്രയോറിറ്റി ആത്മീയത്തിന് കൊടുക്ക്, വചനത്തിന് കൊടുക്ക്, വിശ്വാസത്തിന് കൊടുക്ക്, അഭിഷേകത്തിന് കൊടുക്ക്. രണ്ടാമതാണ് നിനക്ക് അഭിവൃദ്ധി വെളിപ്പെട്ടു വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഗായോസിനെ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചു.
ഗായോസിന്റെ 7 ഗുണം പഠിച്ചു. ഗായോസിന് വേണ്ടിയുള്ള സഭാപാസ്റ്ററിന്റെ പ്രാർത്ഥന പഠിച്ചു. അവൻ ആത്മീയത്തിൽ അനുഗ്രഹിക്കപ്പെടണം, അവൻ ഭൗതികത്തിൽ അനുഗ്രഹിക്കപ്പെടണം, ശുഭമായും സുഖമായും. മറക്കുവോ? ഇനി രണ്ടാമത്തെ വ്യക്തി. ഇനി നിങ്ങൾ സ്വോത്രം പറയത്തില്ല കേട്ടോ. ഇപ്പോൾ ഒന്നാമതേ സ്വോത്രമില്ല, ഇനി പറയുന്നത് ഒട്ടും സ്വോത്രം വരത്തില്ല. രണ്ടാമത്തെ വ്യക്തി 9-ാം വാക്യം. അപ്പൊ ഇനി ശ്രദ്ധിച്ച്, രണ്ടാമത്തെ വ്യക്തി ദിയോത്രഫേസ്. ആ വ്യക്തിനെ പഠിക്കാൻ പോവാ. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ വ്യക്തിക്ക് എത്ര ഗുണമുണ്ട്? 7 ഗുണം. എന്നാൽ രണ്ടാമത്തെ വ്യക്തിക്ക് 7 ദുർഗുണമാണ്. 7 ദുർഗുണം. അതും വിശ്വാസിയാ. ആരുടെ? യോഹന്നാന്റെ. ഓക്കെ, അദ്ദേഹത്തിന്റെ 7 ദുർഗുണം പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം കേട്ടോ. നിർത്തി അവിടെ തൊട്ട് വായിച്ച മോളെ. അല്ലല്ല, ഒന്നാമത് ഞാൻ പറഞ്ഞപ്പം തൊട്ട് വായിക്കും. 9-ാം വാക്യം തൊട്ട് വായിക്കേ. സഭയ്ക്ക് ഞാൻ ഒന്നെഴുതിയിരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ ദുർഗുണം ഏതാ? പ്രധാനിയാകാൻ ആഗ്രഹിക്കുക. ദൈവം നിങ്ങളെ സെക്രട്ടറി ആക്കി അയക്കൂ, ദൈവം നിങ്ങളെ ട്രഷറാക്കി അയക്കൂ. സഭയിൽ കസാരമോഹം ദൈവമക്കൾക്ക് പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് മേള് തൊട്ട് താഴെ വരെ അധികാരമോഹം പാടില്ല. പ്രധാനിയാകാൻ ഞാനെന്ന ഭാവം ദൈവമക്കൾക്ക് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടണം. ഇവിടെ അങ്ങനെ ആരെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ശുശ്രൂഷകന്മാരായിക്കോണം, കാല് കഴിയിക്കോണം. അതാണ് യഥാർത്ഥ ലീഡറിന്റെ ലക്ഷണം. സ്തോത്രം. ഇനി ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. രണ്ടാമത്തെ ദുർഗുണം, ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളെ എന്ന് പറഞ്ഞ ആരാ? പാസ്റ്റർമാരെ. യോഹന്നാനല്ലേ എഴുതിയേ. അപ്പൊ ഞങ്ങളെ കൂട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, പാസ്റ്റർമാരെ മൈൻഡ് ചെയ്യുന്നില്ല. അത് അത്ര നല്ല ഗുണമാണോ? ഈ പാസ്റ്റർ 3 വർഷം വരുന്ന അടുത്ത പാസ്റ്റർ വരും. ഈ പാസ്റ്റർക്ക് വലിയ അഭിഷേകമൊന്നുമില്ല, ആരാധിപ്പിക്കത്തില്ല, അത് ചെയ്യത്തില്ല. മറ്റേ പാസ്റ്റർ നന്നായിട്ട് ആരാധിപ്പിക്കുമായിരുന്നു. സ്തോത്രം. പാസ്റ്റർമാരെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഹലോ, നിങ്ങൾക്ക് ദൈവം തന്നതാണ് ദൈവദാസന്മാർ. ഏറ്റവും അനുഗ്രഹമാണ് ദൈവദാസന്മാർ. അവർ നിങ്ങൾക്ക് വേണ്ടി ജാഗരിക്കുന്നവരാ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ. ദൈവദാസന്മാരെ വിഷമിപ്പിക്കരുത്, ഞെരുങ്ങരുത് അവര്. സ്തോത്രം. അതുകൊണ്ട് ദൈവദാസന്മാരെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന അത്ര നല്ലതല്ല, അത് ദുർഗുണമാണ്. അടുത്തത് ദുർവാക്ക് പറയുക. പാർഷന്മാരെ ദുർവാക്ക് പറയുക. ദുർവാക്ക് എന്ന് പറഞ്ഞാൽ നല്ല വാക്കാണോ? അല്ല. അങ്ങനെ ദുർവാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ദുർഗുണമാണ്. സ്തോത്രം. കൃപയോട് കൂടിയത് ഉപ്പിനാ രുചി വരുത്തിയുമായ വാക്കുകളെ വായിന്ന് വരാവുള്ളൂ. ഒരാളെ കുറിച്ചും ദുർവാക്ക് പറയരുത് കേട്ടോ. പിന്നെ ശകാരിക്കുക. പാർഷന്മാരെ പാസ്റ്ററോട് പറഞ്ഞില്ലേ 1 മണിക്ക് നിർത്തണം എന്നുള്ളത്? ശകാരിക്കുക, പാർഷന്മാരെ ഭരിക്കുക. സ്തോത്രം. ദുർഗുണമാ. അഭിഷക്തന്മാരെ ഭരിക്കാനായിട്ടില്ല. ഒരു ദൈവദാസന്മാരുടെ മേലും കൈവെക്കരുത്. സ്തോത്രം. ശകാരിക്കരുത്. ശാസിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അവർ തെറ്റ് ചെയ്താൽ പ്രാർത്ഥിച്ചോണം, ദൈവം ഇടപെട്ടോളും. ആമേൻ. പിന്നെ സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുക, അംഗീകരിക്കുക. ഈ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? കൈക്കൊള്ളുക, ഒരാളെ കൈക്കൊള്ളുക. സഭയിൽ വരുന്ന ദൈവമക്കളെ കൈക്കൊള്ളണം. മനസ്സിലാവുന്നുണ്ടോ? ദാവീദിന്റെ ഹൃദയവും യോനാഥാന്റെ ഹൃദയം ഒന്ന്. കൈ തന്ന മോനെ, കൈക്കൊള്ളുക. ഇങ്ങനെ ഒരു കൈ കൊടുക്കാന്ന് പറഞ്ഞാൽ തന്നെ നിന്റെ ഹൃദയവും എൻ്റെ ഹൃദയവും ഒന്നായെന്ന. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒന്നാണെന്ന് അതിൻ്റെ അർത്ഥം. കൈക്കൊള്ളാൻ പഠിക്കുക. സ്തോത്രം. കൈക്കൊള്ളാതിരിക്കുക അത് ദുർഗുണമാണ്. പിന്നെ അങ്ങനെ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ അവനെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുക. ഒരാത്മാവിനെ നേടിയിട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. 2026 നേടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. 24ലോ 5ലോ നേടിയിട്ടുണ്ടെങ്കിൽ കൈവക്കിക്കേ. ഒരെണ്ണത്തിനെ നേടിയിട്ടില്ല, പിന്നെ എങ്ങനെ ഒരെണ്ണത്തിനെ പുറത്താക്കുന്നേ? സ്തോത്രം. വിരോധിക്കുക, പുറത്താക്കുക, ഇതെല്ലാം ദുർഗുണങ്ങളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെ ദുർഗുണം ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടുന്നതാ ശരിക്കും ഉപവാസം.
നല്ല ഗുണമുള്ള ഗായോസിനെ പോലെ ആകുക. ദുർഗുണങ്ങൾ മാറട്ടെ. സ്തോത്രം. ആകാത്ത സംസാരങ്ങൾ, വഴക്ക്, ബഹളം, പാസ്റ്റർമാരുടെ കുറ്റം പറച്ചില്, വിശ്വാസികളുടെ കുറ്റം പറച്ചില്, സഭയെക്കൂടെ കുറ്റം പറച്ചില്, കമന്ന് കിടന്ന് തുപ്പരുത്. കമന്നോ മലർന്നോ എങ്ങനെയാ? നാണക്കേടാക്കരുത്. യൂട്യൂബിൽ ഇടരുത്, വാട്സപ്പിൽ ഇടരുത്, അതും ഇതും പറഞ്ഞിടരുത്. നാണക്കേടാ. പ്രാർത്ഥിക്ക്, ഉപവസിക്കുക ആ വിഷയത്തിന് വേണ്ടി. രാവിലെ ഞാനത് പഠിപ്പിച്ചില്ലേ നിങ്ങളെ? അതുകൊണ്ട് ദുർഗുണം ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ടോണം. ഇനി മൂന്നാമത്തെ വിശ്വാസി. നിങ്ങളുടെ മുഖം എല്ലാം പോയി. ഇനി എനിക്ക് കൈ തരുമോന്ന് പോലും എനിക്കറിയത്തില്ല. മൂന്നാമത്തെ വിശ്വാസി 12-ാം വാക്യം. ദെമേത്രിയോസിന് സത്യത്താൽ തന്നെ സാക്ഷി ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളും സാക്ഷ്യം പറയുന്നു. ഞങ്ങളുടെ സാക്ഷ്യം സത്യമെന്നറിയുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ. മൂന്നാമത്തെ വിശ്വാസി അപ്പൊ ആരാ? സാക്ഷ്യമുള്ളയാള് അല്ലേ? യോഹന്നാന്റെ വിശ്വാസിയാ, സാക്ഷ്യമുള്ളയാൾ. സഭയിൽ ദൈവമക്കൾക്ക് എന്ത് ചെയ്യണം? അവിടെ പറയുന്നത് കേട്ടോ, ദെമേത്രിയോസിന് എല്ലാവരാലും സാക്ഷ്യം. അപ്പോൾ ദൈവമക്കൾക്ക് വേണ്ട ഒന്നാമത്തെ സാക്ഷി ഏതായിരിക്കണം? എല്ലാവരാലും സാക്ഷ്യം നേടണം. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയണം. 2, സഭാ പാസ്റ്റർ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയണം. 3, നാട്ടുകാരാൽ നിങ്ങൾ സാക്ഷ്യമുള്ളവരായിരിക്കണം. ഏറ്റവും കുറഞ്ഞ് 3 സാക്ഷ്യം വേണം. പിന്നെ ദൈവസാക്ഷ്യം പറയണം. സാക്ഷ്യമുള്ളവരായിരിക്കണം ദൈവമക്കൾ. ഒരു സഭയിൽ കല്യാണം വന്നാൽ ആദ്യം വിളിച്ചു ചോദിക്കുന്ന ആരോടാ? പാസ്റ്ററുടെ. പാസ്റ്ററിന്റെ ചർച്ചിലെ ശൂർപ്പു എന്ന് പറയുന്ന പെങ്കൊച്ച് എങ്ങനെയുണ്ട്? ആ പേരില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. പാസ്റ്ററോട് എന്തായാലും ചോദിക്കത്തില്ല. ഒരു ചർച്ചിൽ കല്യാണം വന്നാൽ ചോദിക്കുമോ? ചോദിക്കും. അപ്പം പാസ്റ്റർക്ക് പറയാൻ പറ്റുമോ സഭായോഗം മുടക്കി ഉഴപ്പി നടക്കുന്ന കൊച്ചാന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ പറ, പറ്റുമോ? പറഞ്ഞാൽ കല്യാണം മുടങ്ങത്തില്ലേ? ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തൊരു ചർച്ചിൽ സംഭവിച്ചു. ഉള്ള കാര്യം പറഞ്ഞിട്ട് ഇവർ കല്യാണം. അപ്പൊ ആ പാസ്റ്ററോട് ചോദിച്ചു, നോർത്ത് ഇന്ത്യ എന്നാ വിളിച്ച് ചോദിച്ചേ, പാസ്റ്റർ ഇന്ന കൊച്ചെങ്ങനെയുണ്ട്? പാസ്റ്റർ പറഞ്ഞു, കൊച്ചു മിടിക്കുക, പക്ഷെ കൊച്ചിൻ്റെ അപ്പൻ ഇച്ചിരി ഉടക്കാന്നു. ഉള്ളതുപോലെ പറഞ്ഞു. കൃപയാൽ കല്യാണം നടന്നു. ആദ്യ രാത്രി തന്നെ ഉള്ള കാര്യം അവൾ അങ്ങ് പറഞ്ഞു. നിങ്ങളുടെ പാസ്റ്ററോട് ചോദിച്ചപ്പോൾ ഇന്നതാ പറഞ്ഞത്. പിന്നെ അവർ ചർച്ച് മാറി, ചർച്ച് സ്പ്ലിറ്റായി. അപ്പോൾ ഉള്ളത് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പാസ്റ്ററെ കൊണ്ട് വിശുദ്ധ നുണ പറയിപ്പിക്കാതിരിക്കാനെങ്കിലും സാക്ഷ്യം ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? തൊട്ടു നോക്കണം വിവരം അറിയാൻ, മൂർഖനാണോ ചേരയാണോ എന്ന്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കൾ പറയാം, സാക്ഷ്യം വേണം. എന്താ സാക്ഷ്യം? സമൂഹത്തിൽ, ദേശത്തിൽ, സഭയിൽ എല്ലാ സാക്ഷ്യം വേണം. എന്താ സാക്ഷ്യം? സാക്ഷി എന്ന് പറഞ്ഞാൽ അക്ഷി കൊണ്ട് വീക്ഷിക്കുന്നത് ആ സാക്ഷി. കണ്ണുകൊണ്ട് കണ്ടതേ പറയാവൂ, കാണാത്തത് പറയരുത്, സങ്കല്പിച്ചുണ്ടാക്കരുത് ഒരു കഥയും. സ്തോത്രം. അക്ഷി കൊണ്ട് വീക്ഷിക്കുന്നത് ആ സാക്ഷി. മനസ്സിലായോ? ഇനി കണ്ടതാണെങ്കിൽ പോലും സഭയിൽ പ്രശ്നം ഉണ്ടായാൽ പറയരുത്. പരിജ്ഞാനം വേണം ദൈവമക്കൾക്ക്. ഗദരദേശത്തെ ഭൂതഗ്രസ്തന് കഠിനമായ ഭൂതോദ്രവല്ലേ? യേശു അവന്റെ അടുക്കൽ വന്നു, അവന്റെ ഭൂതത്തെ പുറത്താക്കി. അപ്പോൾ യേശുവിനോട് അവൻ ചോദിച്ചു, കർത്താവ് ഞാൻ നിന്റെ കൂടെ പോരട്ടെ? അപ്പൊ കർത്താവ് പറഞ്ഞു, എൻ്റെ കൂടെ പോരണ്ട, നിന്റെ വീട്ടിൽ പോയി സാക്ഷിയാകാൻ പറഞ്ഞു. അവന്റെ വീട്ടിലേക്ക് പോയി. അല്ലേ? പണ്ടൊക്കെ ഈ വീട്ടിൽ പോയി സാക്ഷിയാകാൻ പറഞ്ഞ ഇന്നൊക്കെ നാം ഒന്ന് നമുക്കൊന്നെന്നൊക്കെ പറഞ്ഞു. ഇപ്പം കല്യാണം കഴിച്ചാൽ പോലും പിള്ളേർ വേണ്ടെന്ന് പറഞ്ഞ കാലമാണ്. പണ്ടങ്ങനെയല്ല, നെല്ലിക്കച്ചാക്ക് തുറന്നു വിട്ട പോലെ ഇഷ്ടം പോലെ പിള്ളേരാ അല്ലേ? ഒരു വീട്ടിൽ തന്നെ 6-7 പിള്ളേർ. എൻ്റെ കൂടെ പഠിച്ച ജെറി എന്ന് പറഞ്ഞ വയനാട്ടുകാരനാണ്. അവൻ്റെ അമ്മ 15 പ്രസവിച്ചു, അവൻ 14-ാമത്തെയാണ്. ഞാൻ ചോദിച്ചു, ജെറി നിന്റെ അമ്മ എങ്ങനെയാടാ പ്രസവിച്ചേ? അത് പോച്ച എത്തിക്കൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് പ്രസവവേദന വന്നു, പ്രസവിച്ചു. അവനാ ഞങ്ങളുടെ ബൈബിൾ കോളേജ് ഏറ്റവും മിടുക്കൻ. സ്തോത്രം. മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് കൺസീവ് ആണെന്ന് അറിയുമ്പം തൊട്ട് നിലത്തും വയ്ക്കത്തില്ല, തലയിലും. സ്തോത്രം. ഇല്ലേ? പൊക്കിയെടുത്തോണ്ടാണ് നടക്കുന്നത്. പണ്ട് അങ്ങനെയൊന്നുമല്ല. പ്രസവിക്കാൻ പോലും സമയമില്ലായിരുന്നു. ജോലിയാ, കഷ്ടതയാ, ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളാ. അപ്പൊ ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്ത എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ചിന്തിക്കാതിരുന്നേ. അവനൊരു ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ വീട്ടിൽ പോയി സാക്ഷിയാകാൻ പറഞ്ഞേ. അപ്പൊ ഇവന് പെങ്ങന്മാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഭ്രാന്തനല്ലെന്ന് ആദ്യം തെളിയിക്കണം. അതുകൊണ്ടാണ് നീ വീട്ടിൽ പോയി സാക്ഷിയാകാൻ പറഞ്ഞേ. അവന്റെ ഭൂതത്തെ പുറത്താക്കിയിട്ട് പറഞ്ഞു വീട്ടിൽ പോയി സാക്ഷിയാകാൻ. നീ വീട്ടിൽ നിനക്ക് ഭ്രാന്തില്ലെന്ന് ആദ്യം തെളിയിക്ക്. വീട്ടിൽ ആദ്യം സാക്ഷിയാക്. പക്ഷെ ഇവന്റെ ദേശം ഏതാ? ഗദരദേശമാ.
പക്ഷെ ബൈബിൾ എഴുതിയേക്കുന്നത് എന്നറിയോ? ദക്കപ്പൊലി ദേശം മുഴുവൻ ഇവൻ യേശുവിന്റെ സാക്ഷിയായി. ദക്കപ്പൊലി ദേശം എന്ന് പറഞ്ഞാൽ 10 പട്ടണങ്ങളുള്ള ഒരു ജില്ലയാണ് ദക്കപ്പൊലി. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പട്ടണമാണ് ഗദരദേശം. പക്ഷെ യേശു ഇവനെ വിടുവിച്ചത്, ഇവൻ 10 പട്ടണങ്ങളിലും യേശുവിന്റെ സാക്ഷിയായി. ദൈവമക്കളെ, എന്തിനാ നിനക്ക് വിശ്വാസത്തിൽ ആരോഗ്യം? എന്തിനാ വചനത്തിൽ ആരോഗ്യം? എന്തിനാ ആത്മാവിൽ ആരോഗ്യം? ഇത് 3 കിട്ടിയ ശിഷ്യന്മാർ ലോകം മുഴുവൻ സാക്ഷിയായി. ദൈവം നിനക്ക് അഭിഷേകം തന്നതും വചനം തന്നതും വിശ്വാസം തന്നതും കീഴ്ക്കൂറിൽ മാത്രം ഒതുങ്ങാനല്ല, നിന്റെ വീട്ടിൽ മാത്രം ഒതുങ്ങാനല്ല, പത്തനംതിട്ട ദേശം മുഴുവൻ യേശുവിന്റെ ഉത്തമ സാക്ഷിയായി ജീവിക്കാനാണ് ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്ക്. ആരിനുമൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭനുണ്ട്.